ഉൽപ്പത്തി പുസ്തകം 41-49 വാക്യം വായിച്ചു. അങ്ങനെ യോസേഫ് കടൽക്കരികയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അളപ്പാൻ കഴിവില്ലായകയാൽ അളവ് നിർത്തിക്കളഞ്ഞു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ മേൽ ദൈവാത്മാവ് വ്യാപരിക്കുന്നതിനായ സ്തോത്രം. ഏതാത്മാവിലാണോ എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ നിന്ന് സംസാരിക്കുവാൻ അവിടുത്തെ പൊന്നു കരം ഇവിടെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ അധ്യക്ഷനായിരിക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന ഈ ലോകത്തിൻ്റെ അധിപതികൾ, അന്ധകാര ശക്തികൾ, ദേശാധിപതികൾ, ജനത്തിന് വിടുതൽ എല്ലാ തടസ്സത്തെ ഞാൻ ശാസിച്ച് ബന്ധിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ രക്തത്തിൽ കഴുകണം, ശുദ്ധീകരിജ്ഞാനത്തിലും പരിജ്ഞാനം നിറയ്ക്കണം. ഇന്നെൻ്റെ മക്കൾക്ക് ആവശ്യമായ മന്ന സകടമേൽ പകരണം. ഈ ശബ്ദം കേൾക്കുന്ന മന്ന ടിവിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനൽ കേൾക്കുന്ന ലോക രാഷ്ട്രങ്ങളിൽ വലിയൊരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഇതാരും വ്രത എടുക്കാൻ അനുവദിക്കാതെ പ്രാർത്ഥനയോട് അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ താഴ്ത്തുന്നു, തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. സകലതും യേശു ക്രിസ്തു നാമത്തന്നെ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രസംഗങ്ങൾ ഓരോ ഘട്ടങ്ങൾ നിങ്ങൾക്കറിയാം. ഏത് മേഖലയിൽ കൂടെയാണ് കറങ്ങി പോകുന്നതൊക്കെ അറിയാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് യോസഫിനെ കുറിച്ചാണ്. അങ്ങനെ യോസഫ്, ഞാൻ ബാക്കിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനലിലൂടെ യൂട്യൂബിൽ പ്രസംഗം കിടപ്പുണ്ട്. അത് നോക്കുമ്പോൾ നമുക്ക് ആ ഭാഗം ചിന്തിക്കാൻ പറ്റും. അങ്ങനെ യോസഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു. എന്ന് വെച്ചാൽ കടൽക്കരയിലെ മണൽ പോലെ ധാന്യം ശേഖരിച്ചു. അളപ്പാൻ കഴിവില്ലാൽ അളവ് നിർത്തി. എന്ന് വെച്ചാൽ സാധനം വന്ന് കുമിഞ്ഞു കൂടുകയാണ്. 4 ദിക്കിൽ നിന്നും കൊണ്ട് 4 ദിക്കിൽ നിന്നും ജനം, എന്ന് വെച്ചാൽ 100 മേനിയാണെന്ന് വിളഞ്ഞത്. അപ്പൊ എല്ലാവരും പ്രതിശിനക്കാട് ദൈവം വിളവ് കൊടുത്തു. ഇത് മറ്റുള്ളവര് ശേഖരിക്കുന്നതിന് മുമ്പേ യോസഫിന് മാത്രമേ അധികാരം കൊടുത്തുള്ളൂ. ഫറവോൻ യോസഫിനോട് നീ ശേഖരിക്കണം, അതിന് യോഗ്യൻ നീ തന്നെ. അപ്പോ അളവ് എല്ലായിടവും വെച്ചു. അളക്കാൻ വേണ്ടി എല്ലാവരെയും ഏർപ്പെടുത്തി. പക്ഷേ അളക്കുന്നവർ അളന്നളന്ന് മടുത്തു. സാധനങ്ങൾ അളന്നളന്ന് മടുത്തു. സാധനങ്ങൾ കൊള്ളാതെയായി. കളപ്പുരകളും ഭണ്ഡാരശാലകളിൽ സാധനം കൊള്ളാതെയായി. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമ്മളെ ഹാളൊക്കെ നിറഞ്ഞ് കവിഞ്ഞു. ഇനി വെക്കാൻ സ്ഥലമില്ലാതെയായി. ദൈവം തരുമ്പോൾ അങ്ങനെയാണ് ദൈവമക്കളെ. ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹം തരുമ്പോൾ പറയും, തിന്ന് മടുത്തപ്പാ. നിങ്ങളുടെ പാത്രത്തിൽ വിളമ്പുമ്പോ ഹല്ലേലൂയ, ഒരു സമയത്ത് നിങ്ങൾക്ക് ഇല്ല എന്ന് പറയുമ്പോ അതാ നമ്മുടെ ദൈവം. അനുഗ്രഹം അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ്. ദൈവം തരുന്ന അനുഗ്രഹം ഒരിക്കലും നമുക്ക് തീർന്നു പോകത്തില്ല. പക്ഷെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ട സമയം ഇപ്പോൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ദൈവം നിങ്ങൾക്ക് 100 മേനി തരുമ്പോ നിങ്ങൾ വളരെ പ്രയോജനപ്പെടുത്തണം. അതിന് അലസ്യമായിരിക്കരുത്. അത് നമ്മൾ പ്രവർത്തിക്കേണ്ട ബുദ്ധിപൂർവ്വ കാര്യമാണ്. ശേഖരിക്കേണ്ട സമയമാണ്. അനുഗ്രഹം പിടിച്ചെടുക്കേണ്ട സമയമാണ്. പ്രാപിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നമുക്കതിന് എടുക്കേണ്ട സമയമാണ്. ഇപ്പൊ എന്താണ്? കൊയ്ത്ത് വളരെ അനുഗ്രഹം 100 മേനിയായിട്ട് ആ സമയത്ത് വിളഞ്ഞു. പക്ഷെ വളരെ എല്ലാ പാണ്ഡികശാലകളും തുറന്നു. എല്ലാ സ്ഥലങ്ങളിലും, മിസ്രൈമിലെ എല്ലാ സ്ഥലങ്ങളിലും ഭക്ഷ്യദാനം സൂക്ഷിക്കാൻ ഗോഡോൺ ഉണ്ടായി. എല്ലാ ഗോഡോൺ, മുറിഞ്ഞ പാലത്തൊരു ഗോഡോൺ, പട്ടത്തൊരു ഗോഡോൺ, മെഡിക്കൽ കോളേജിൽ ഗോഡോൺ, തുടങ്ങി എല്ലാ സ്ഥലങ്ങളും, തിരുവനന്തപുരം എല്ലാ ജില്ലയ്ക്കകത്തും ഓരോ സ്ഥലങ്ങൾ കംപ്ലീറ്റ് എല്ലാം ശേഖരിച്ചു. കാര്യം ഇത് ശേഖരിക്കേണ്ട സമയം. അപ്പോ ഇത് സാധനം വന്നു. അവസാനം എന്ത് ചെയ്തു? ഇതൊന്നും കൊള്ളാതെയായി. അവസാനം അളന്നു വന്ന സമയത്ത് അളവ് നിർത്തി, പൈസ കൊടുക്കുക. പിന്നെ കൊണ്ട് തട്ടക്കുമായിരുന്നു. അളക്കാൻ വയ്യ, കൊണ്ട് വെക്കാൻ സ്ഥലമില്ല. ദൈവം എല്ലാ മേഖലയിലും നിറച്ചു. നമ്മുടെ അനുഗ്രഹം അങ്ങനെയാ. ദൈവം നിറയ്ക്കാൻ തുടങ്ങിയാൽ നിറയ്ക്കും. അനുഗ്രഹം നിറയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
എനിക്കോ നിനക്ക് പിടിച്ച് മാർക്ക് നമുക്ക് ചിന്തിക്കുന്ന അപ്പുറമായ ദൈവം തരുന്നത്. നോക്കിക്കൊള്ളണം, എല്ലാ സ്ഥലങ്ങളിലും ധാന്യം ശേഖരിച്ചു. അളപ്പാൻ കഴിവില്ലാഞ്ഞാൽ അളവ് നിർത്തിക്കളഞ്ഞു. എന്നുവെച്ചാൽ ഇനി ഒരിടത്തും കൊള്ളത്തില്ല, അത്രത്തോളം ഫുള്ളായി നിറഞ്ഞു കവിഞ്ഞു. 50-ാമത്തെ വാക്യം, ക്ഷാമകാലം വരും മുമ്പേ നോക്കിക്കോണം. അളവൊക്കെ അനുഗ്രഹമൊക്കെ വന്ന സമയത്ത് ഒരു ക്ഷാമം വരുന്ന മുമ്പേ അടുത്ത യോസഫിന് ഒരു അനുഗ്രഹം കൊടുക്കാൻ പോവുകയാണ്. യോസഫിന് 2 ആൺകുഞ്ഞുങ്ങൾ ജനിക്കുകയാണ്. നല്ല കാലത്ത് 2 കുഞ്ഞുങ്ങളെ ജനിച്ചാൽ അല്ലേ, ക്ഷാമമുള്ള കാലത്ത്, നല്ല ആരോഗ്യമുള്ള സമയത്ത്, നല്ല സന്തോഷമുള്ള സമയത്ത് എന്തുകൊണ്ട് 2 ആൺകുഞ്ഞുങ്ങളെ യോസഫിന് ജനിക്കുകയാണ്. 2 പുത്രന്മാർ ജനിച്ചു. അവരിലെ ഓനിലെ പുരോഹിതനായ പോത്തിഫറുടെ മകൾ ആസനത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞു. യോസഫ് തന്റെ ആദ്യജാതന് മനശ്ശ എന്ന് പേരിട്ടു. അപ്പൻ തന്നെ മോന് പേരിട്ടു. എൻ്റെ എല്ലാ കഷ്ടത്തിൽ നിന്നും മറന്നുകൊണ്ടും എന്നെ അനുഗ്രഹിച്ച സമയത്ത്, സമൃദ്ധിയുടെ സമയത്ത് 2 മക്കൾ ജനിക്കുന്നു. ഒന്ന് മനശ്ശ. ആമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോഴെങ്കിലും സന്തോഷമില്ലാത്തതിന് വലിയ കഷ്ടം തന്നെ. യോസഫിന് 2 ആമക്കൾ കിട്ടിയപ്പോൾ ചിലർ പറയും എനിക്ക് കിട്ടിയത് 2 പെമ്മക്കൾ. അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ദൈവം കൊടുത്തേലേ. അപ്പോൾ നല്ല സമയത്ത് നല്ല അനുഗ്രഹങ്ങൾ വരും, ഉറപ്പായിട്ട് വരും. അപ്പോ യോസഫ് തന്നെ ആദ്യജാതന് മനശ്ശ എന്ന് പേരിട്ടു. അടുത്ത് സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. നോക്കണം, സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിച്ചു, ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ട്. എന്നെ സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് അവനെ പേരിട്ടത് എഫ്രൈം എന്ന് പേരിട്ടു. 1 മനശ്ശ, 2 എഫ്രൈം. മറക്കരുത്, യോസഫിന്റെ 2 മക്കളെ പേര് മനശ്ശ, എഫ്രൈം. സങ്കടദേശത്ത് ആമേ, സമൃദ്ധിയുടെ സമയത്ത് ആമേ, ദൈവം 2 തലമുറകളെ കൊടുത്തു, അനുഗ്രഹിച്ചു. എഫ്രൈം എന്ന് പേരിട്ടു. എന്നാൽ മിസ്രൈം ദേശത്തുണ്ടായ സുഭിക്ഷതയുള്ള 7 സംവത്സരം കഴിഞ്ഞപ്പോ യോസഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം തുടങ്ങി. നോക്കണം, ആദ്യം 7 സംവത്സരം സമൃദ്ധിയുടെ ആയിരുന്നു. അപ്പൊ ആർക്കും സങ്കടമില്ല, ദുഃഖമില്ല, നിലവിളിയില്ല, ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല. ഒരു അനുഗ്രഹത്തിലേക്ക് വരികയാണ് ദൈവമക്കളെ. അനുഗ്രഹത്തിലേക്ക് 7 സംവത്സരം എന്താണ്? സമൃദ്ധിയായിരുന്നു. സങ്കീർത്തനം പറഞ്ഞതുപോലെ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഒരു നിരപ്പുണ്ടെങ്കിൽ ഒരു കുന്നുണ്ട്. ആമേന്ന് സങ്കീർത്തനത്തിൽ വിളിച്ചു പറഞ്ഞു, ഒരു നിരപ്പുണ്ടെങ്കിൽ ആമേ ഒരു കുന്നുണ്ട്, ഒരു ഇറക്കമുണ്ടെങ്കിൽ ആമേ ഹല്ലേലൂയ. അല്ലേ, 7 സംവത്സരം സമൃദ്ധിയായിരുന്നു, ഒന്നും അറിഞ്ഞില്ല, 100 മേനിയാറ്റ് വിളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 7 സംവത്സരം എന്ത് വരുന്നു? ക്ഷാമം തുടങ്ങാൻ പോവുകയാണ്. ക്ഷാമം തുടങ്ങുന്നതിന് തുടക്കം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ക്ഷാമം തുടങ്ങാനുള്ള തുടക്കം എന്തെന്ന് പറഞ്ഞാൽ മഴ നിന്നു പോകും. ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കും, മഴ 7 സംവത്സരം മഴ പെയ്യത്തില്ല. മഴയുണ്ടെങ്കിൽ മാത്രമേ വിതയുള്ളൂ, വിതയുണ്ടെങ്കിൽ മാത്രമേ കൊയ്ത്തുള്ളൂ. മഴ നിന്നു കഴിഞ്ഞാൽ വെള്ളം കൂടി മുട്ടും, സകലത് കരിയും, എല്ലാം നഷ്ടപ്പെടും. മൃഗങ്ങൾ സകലതും, മനുഷ്യൻ വരെ വെള്ളമില്ലാതെ സകലം നശിക്കും. അനുഗ്രഹം നിന്നു പോകുന്നത്, ആദ്യത്തെ അനുഗ്രഹത്തിന്റെ 1-ാം പടി എന്ന് പറയുന്നത് മഴ. 7 സംവത്സരം അനുഗ്രഹം നിന്നുപോയി. വരൾച്ച കഷ്ടകാലത്തെ കുറിക്കുന്നതാണ് വരൾച്ച. മഴ നിന്നു പോകുമ്പോൾ, അനുഗ്രഹം നിന്നു പോകുമ്പോൾ ആമേ ഹല്ലേലൂയ, വരൾച്ച, കഷ്ടത തുടങ്ങുന്നു.
അപ്പൊ 7 സംവത്സരം അനുഗ്രഹവും 7 സംവത്സരവും സമൃദ്ധി വന്നു, അനുഗ്രഹം വന്നു തുടങ്ങി. അനുഗ്രഹം വന്ന സമയത്ത് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് തുടങ്ങുന്നു വരൾച്ച. ദൈവം പറഞ്ഞു രണ്ട് ഘട്ടങ്ങളിലാണ് വരാൻ പോകുന്നത്. 7 സംവത്സരം അനുഗ്രഹവും 7 സംവത്സരവും ക്ഷാമവും. അടുത്ത് അനുഗ്രഹം വന്നു കഴിഞ്ഞു, കൊയ്ത്ത് കഴിഞ്ഞിട്ട് അടുത്ത് 7 സംവത്സരം തുടങ്ങി, ക്ഷാമം തുടങ്ങി. എന്നാൽ മിസ്രൈം ദേശത്ത് എല്ലായിടവും ആഹാരമുണ്ടായിരുന്നു. നോക്കി, മറ്റുള്ളിടത്തൊന്നും ഒരു സ്ഥലത്തും ആഹാരമില്ലാതെ വന്നപ്പോൾ മിസ്രൈമിൽ മാത്രമേ ആഹാരമുണ്ടായിരുന്നുള്ളൂ. മനസ്സിലാക്കണം, അത് ദൈവം നിന്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ്. മറ്റാർക്കും ഇല്ലാത്തൊരു അനുഗ്രഹം നിന്റെ അടുത്ത് മാത്രമുണ്ടെങ്കിൽ, നീ മിസ്രൈമിലാക്കി വെച്ചിരിക്കുന്ന ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാ. നീ ദേശത്തിൽ പാർക്കുമ്പോ നിന്നൊരു ദേശത്തിന്റെ മധ്യ ദൈവം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റാർക്കും ഇല്ലെങ്കിൽ മിസ്രൈമിൽ മാത്രമേ ആഹാരമുണ്ടായുള്ളൂ. മറ്റുള്ള ഒരു സ്ഥലത്തുമില്ല. എന്നാൽ മറ്റുള്ളിടത്തൊക്കെ ആഹാരത്തിന് വേണ്ടി നെട്ടോട്ടം ഓടി തുടങ്ങി. എന്നാൽ ഒരു സ്ഥലത്ത് മാത്രമേ ഇന്ന് എല്ലാവരും പറയുന്ന ഒരു സ്ഥലമാക്കി മാറ്റുന്നുണ്ട്, മിസ്രൈം. അത് മിസ്രൈം പറയുന്നുണ്ട്. എവിടെ നമുക്ക് വില കുറച്ച് കിട്ടും? അരി എവിടെ വില കുറച്ചിട്ട് നമ്മൾ പറയും? കോയമ്പത്തൂർ പോയാൽ അരി കിട്ടും. എവിടെ വില കുറച്ച് കിട്ടുമോ അവിടെ. പക്ഷേ ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമേ ഭക്ഷ്യദാനമുള്ളൂ. അതെവിടെ? മിസ്രൈമിൽ മാത്രം ഉള്ളൂ. വായിച്ചു. പിന്നെ മിസ്രൈം ദേശത്ത് എല്ലാ സ്ഥലത്തും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിന് വേണ്ടി ഫറവോനോട് നിലവിളിച്ചു. ഇവിടെ ആരോടാണ് നിലവിളിച്ചത്? രാജ്യം ഭരിക്കുന്നത് ഫറവോനാണ്. മിസ്രൈം ഭരിക്കുന്നത് ഫറവോനാണ്. ഞങ്ങള് ഫറവോനോടല്ല, ആരോട്? ഞങ്ങളെ ഭരിക്കുന്ന, ഞങ്ങളെ ജയിപ്പിക്കുന്ന, ഞങ്ങളെ തെരഞ്ഞെടുത്തല്. ഇപ്പൊ നമ്മളിലെ മന്ത്രിയാണ്, അത് രാജാവിനെ തെരഞ്ഞെടുക്കുന്ന മനുഷ്യനല്ല. ദൈവാക്കി വെക്കുന്നത് രാജകുടുംബത്തിൽ നിന്ന് രാജാവിനെ തെരഞ്ഞെടുക്കും. അത് രാജകുടുംബത്തിൽ നിന്ന് രാജാവ് തലമുറ വരും. അന്ന് ഭരിക്കുന്നത് ഫറവോനാണ്. ജനങ്ങളെല്ലാം നെട്ടോട്ടമടി ഫറവോനോട് നിലവിളിക്കാൻ തുടങ്ങി. ആഹാരം കിട്ടുന്നില്ല, കയ്യിലിരുന്നത് പോയി, അവിടെ മാറ്റി വെച്ചത് പോയി, കംപ്ലീറ്റ് നോക്കി എല്ലാം തീർന്നപ്പോൾ ജനം കൂട്ടത്തോടെ ആഹാരത്തിന് വേണ്ടി നിലവിളിച്ചു. ദൈവമക്കൾ ആഹാരത്തിന് വേണ്ടി ഫറവോനോട് നിലവിളിച്ചു. എല്ലാവരും ഒരേ സ്ഥലം, ഞങ്ങൾക്ക് വിശക്കുന്നേ, ഞങ്ങൾക്ക് വിശക്കുന്നേ. പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾക്ക് വിശക്കുന്നേ. ചിലർ വീട്ടിൽ അമ്മ എന്തെങ്കിലും താ, ഇവിടെ എന്തുണ്ട്? ചിലർ ചോദിക്കും എന്തുണ്ട്, എന്ത് ഞങ്ങൾക്ക് ഉണ്ട്. ചിലർ ചോദിക്കും, ഇവിടെ ചോദിക്കുന്നില്ല, ഞങ്ങൾക്ക് വിശക്കുന്നേ. വിശപ്പ് കയറി വയറ്റിൽ കൂടെ ഒരു വിശപ്പ് കയറിയാൽ മിസൈൽ അടിക്കും പോലെയാണ്. കണ്ണിക്കൂടെ വ്യാപരിക്കും. കണ്ണിക്കൂടെ വ്യാപരിച്ചാൽ തലയെ കൂടെ പിടിക്കും. പിന്നെ എങ്ങനെയെന്നല്ല, നക്ഷത്രങ്ങൾ കിടന്ന് കറങ്ങും പോലെ കറങ്ങും. ജനമെല്ലാത്തിന്റെ മേൽ കടന്നു വന്ന അധീരമായ നിലവിളി അവർ ഒരേ സ്വരത്തിൽ മിസ്രൈമിൽ നിലവിളിക്കുക. ഫറവോനോട് അവര് നിലവിളിച്ചു. ഫറവോൻ ഫറവോനിൽ നിന്ന് പറഞ്ഞു, മിസ്രൈമിയർക്ക് നിങ്ങൾ ചെന്ന് എന്റെ അടുത്തല്ല വിളിക്കേണ്ടത്, നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലമുണ്ട്, യോസഫിന്റെ അടുക്കൽ ചെല്ലുവിൻ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിന്നൊരു ദൂത് ഞാൻ പറയാ, ഇന്ന് മനുഷ്യന്റെ അടുത്തല്ല നിങ്ങൾ പോകേണ്ടത്, ദൈവത്തിന്റെ അടുക്കൽ നീ പോണം. ഫറവോൻ എന്നോടല്ല നിലവിളിക്കേണ്ടത്. ആത്മാവിൽ നിന്നൊരു ദൂത് കൈമാറാൻ പോകുക. ദൈവജനമേ, ദൈവ പൈതലേ, നീ മനുഷ്യനിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, നീ എവിടെയെങ്കിലും മനുഷ്യനിൽ ആശ്രയിച്ചുകൊണ്ട് നിലവിളിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടത്തില്ല. ഞാൻ മിസ്രൈമിലെ രാജാവ് ഫറവോൻ തന്നെ. നിങ്ങൾ രാജാവിന്റെ അടുത്ത് വന്ന് നിലവിളിച്ചു, പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്ക് ആർക്കൊക്കെ എന്തൊക്കെയോ പ്രതീക്ഷ ആരിലോ ഉണ്ട്. ഇന്ന് ആരിലോ എന്തൊക്കെയോ പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. ഇവർ ചിലപ്പോൾ നമ്മളെ സഹായിക്കും, ചിലപ്പോൾ ഇവർ നമുക്ക് നന്മ തരും. ഇല്ല, പറയുന്ന വ്യക്തി ഒന്നും തരാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്ന വ്യക്തി നിങ്ങൾക്ക് ഒരു അനുഗ്രഹം തരത്തില്ല.
എന്നാൽ യഥാർത്ഥമായി പറഞ്ഞു, നിങ്ങൾ എന്റെ അടുത്തല്ല വരേണ്ടത്, മിസ്രൈമിൽ ദൈവമാക്കി വെച്ച ഒരു വ്യക്തി ഉണ്ട്. അത് ദൈവമാക്കി വെച്ച ഒരു വ്യക്തി, ദൈവം തെരഞ്ഞെടുത്തൊരു വ്യക്തി, ദൈവത്തിന്റെ ഒരു പ്രത്യേക ദൈവത്തിന്റെ മേൽ അഭിഷേകത്തിലുണ്ട്. ദൈവം ഘാനാ ദേശത്തു നിന്നും മിസ്രൈമിൽ കൊണ്ടുവന്നു അടിമയാക്കിയിട്ട് കാരാഗ്രഹത്തിലേക്ക് അടച്ചു. അവിടെ നിന്നും ദൈവത്തിന്റെ പ്രവൃത്തി രാജകൊട്ടാരത്തിൽ കണ്ടു. ഇന്ന് രാജകൊട്ടാരത്തിന്റെ അധികാരം ഫറവോൻ പറഞ്ഞു, ഞാൻ രാജാവാണെങ്കിലും എന്റെ പേര് മാത്രമേ രാജാവുള്ളൂ. പക്ഷെ അധികാരവും പ്രവൃത്തിയുമെല്ലാം ആരിലാ വന്നിരിക്കുന്നത്? യോസഫിന് അടിമയായി വന്നവൻ ഇന്ന് എന്റെ രാജ്യം ഭരിക്കുകയാണ്. നിങ്ങൾ എന്റെ അടുക്കൽ വന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ നേരെ യോസഫിന്റെ അടുക്കിലേക്ക് പോ. ദൈവജനമേ, ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ എവിടെയെങ്കിലും ഞെരുങ്ങി പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ മനുഷ്യൽ ആശ്രയിച്ച് അവർ തരും ഇവർ തരും എങ്ങനെ തരും അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി കർത്താവായ യേശുവിന്റെ മുമ്പിൽ വന്ന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങൾ യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വഴി തുറക്കാൻ പോകുകയാണ്. സഹോദര സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. വിളിക്കേണ്ട അടുത്തുനിന്ന് വിളിക്കുക. ഇന്ന് പലരും വിളിക്കേക്കാത്തടത്ത് വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്. ഇന്ന് ചാനലിലൂടെ ചോദിക്കും, അത് എവിടെ വിളിക്കട്ടെ? ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് വിളിക്കരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് വിളിക്കരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോകരുത്. ദൈവം പറയുന്ന സ്ഥലത്ത് മാത്രമേ പോകാവൂ. ദൈവം നമുക്ക് വേണ്ടി പറയുന്നു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനാകുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ വിളിക്കേണ്ടതിൽ വിളിച്ചാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. അത് നിശ്ചയമായിട്ട് വഴി തുറക്കും. നിങ്ങൾ പലരും ചോദിക്കും, ഞങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ വിളിക്കില്ല. നിന്റെ ഹൃദയം തുറന്നുള്ളൊരു പ്രാർത്ഥനയാ. നിന്റെ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥലത്ത് മുഴങ്കാൽ മടക്കി ഒന്ന് യേശുവേ എന്ന് വിളിക്കുവാൻ മനസ്സുണ്ടോ കുഞ്ഞെ? നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സ്വർഗമുണ്ട്. നിനക്ക് മുഴങ്കാൽ മടക്കി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? മറ്റുള്ളവർ മാറി നിൽക്കുമ്പോ ഒന്ന് കരയാൻ മനസ്സുണ്ടോ? അതിന് മടി കാണിക്കരുത്. മറ്റുള്ളവർ മുമ്പില് നമ്മൾ എന്താണ് നമ്മൾ ഒരു വല്ലാത്തൊരു അനുഭവത്തിലേക്ക് നമ്മൾ പോകും എന്ന് പറയരുത്. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോവുകയാണ്. നിന്റെ ഹൃദയത്തെ ദൈവത്തിന് മാത്രമേ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? നിന്റെ ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി മാത്രം. എനിക്ക് വഴി തുറന്നു തരുന്ന ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുവാണെന്ന് ഹൃദയം കൊണ്ട് നിനക്ക് പറയാൻ പറ്റുമോ? ആത്മാവിന് ചോദിക്കുന്നു, എനിക്ക് വഴി തുറക്കുന്ന ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണെന്ന് നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാമോ? നിനക്കൊന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ കേൾക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട് അത് സമ്മതിച്ചുകൊണ്ട്, ഞാൻ വരുന്നുണ്ട് കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുമെന്ന്. ഫറവോൻ പ്രവർത്തിക്കത്തില്ല. ഫറവോന്റെ ആ നന്മയെടുത്ത് ആർക്ക് കൊടുത്തു? ഫറവോന്റെ അധികാരം ആർക്കെടുത്തു കൊടുത്തു? ദൈവം. ഫറവോന്റെ അധികാരത്തിന്റെ നന്മയെടുത്ത് മിസ്രൈമിൽ വന്നിരിക്കുന്ന യോസഫിന്റെ മേൽ അധികാരം കൈമാറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. രാജാവാണെങ്കിലും രാജാവ് ഓർഡർ ഇട്ടാ കിട്ടത്തില്ലേ? പല ഉന്നതങ്ങൾക്ക് ഓർഡർ ഇട്ടിട്ട് കിട്ടാത്ത കാര്യം എന്ന് പറയാമോ? ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളോട് പറയാ, ഉന്നതർക്ക് ഓർഡർ ഇട്ടു, ഒന്നും കിട്ടുന്നില്ല. പക്ഷെ നിന്റെ പ്രതീക്ഷ ഫറവോനിലായതുകൊണ്ടാ. എനിക്ക് ആ വലിയവരുണ്ട്, എൻ്റെ കുടുംബത്തിനകത്ത് ഇന്നാളുണ്ട്, എനിക്ക് ഇന്നാൾ ഓർഡർ ഇട്ട എല്ലാം നടക്കുമെന്ന് പറയുന്നവർക്ക് പറയുന്നു, ഒന്നും കിട്ടാൻ പോണില്ല. ഞാൻ നിങ്ങളെ ശപിക്കോ വഴക്ക് പറയണോ അല്ല. ഫറവോൻ പറഞ്ഞ കാര്യമാ, എന്നോട് വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് മനസ്സിലാക്കാനുള്ള ഒന്ന് തലച്ചോർന്ന് പ്രവർത്തിക്ക്. ഹല്ലേലൂയ. വിളിക്കേണ്ട അടുത്ത് ഇപ്പൊ വിളിച്ചാൽ മാത്രമേ, ആദ്യം ചെന്ന് വിളിച്ച മനുഷ്യനായ ഒരു രാജാവിന്റെ അടുത്ത് ജനം എല്ലാവരും വിളിച്ചു, ഞങ്ങൾക്ക് വിശക്കണേ എന്നുള്ള നിലവിളിയ. ആഹാരം ഒരു മനുഷ്യന് കർത്താവായ യേശു ക്രിസ്തു തന്റെ മക്കൾക്ക് രണ്ട് കാര്യം വെച്ചിട്ടുണ്ട്. ഒന്ന് വചനവും ആഹാരവും. അതുകൊണ്ട് നമ്മുടെ ചർച്ചില് വചനം കഴിയുമ്പോൾ എല്ലാവർക്കും വിഭവസമൃദ്ധമായ
ആഹാരം കൊടുക്കുന്നത്. അന്നം ഒരു പ്രധാനമാണ്. ഇന്ന് ഈ മുറിഞ്ഞപാല സഭയിൽ വരുന്ന എല്ലാ ദൈവമക്കൾക്കും സുഭിക്ഷമായി തൃപ്തിയോടെ, എനിക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിളമ്പും, തൃപ്തിയോടെ വിളമ്പി കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും പോലെയാ ഞാൻ വിളമ്പി കൊടുക്കുന്നത്. ഹല്ലേലൂയ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ വിളമ്പാൻ നിൽക്കും. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, മിച്ചം കൊണ്ട് കൊടുക്കട്ടാന്ന് കേൾക്കും. കൊടുക്കല്. കുറച്ച് കഴിയുമ്പോൾ വളക്കുഴി കൊണ്ട് തട്ടണം കാണാം. വളക്കുഴി കൊണ്ട് തട്ടും. തിന്നുന്ന സാധനം കളയുന്ന എനിക്ക് ഇഷ്ടമില്ല. മാക്സിമം തിന്നേണ്ട സാധനം തീറ്റിക്ക് തന്നെ വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് വിളമ്പുമ്പോൾ എനിക്ക് ഭയങ്കര കൈകൾ ഉത്സാഹമാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ ഇങ്ങനെ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കൊണ്ട് കിട്ടാറില്ല. പക്ഷെ കിട്ടിയാൽ വിളമ്പും. ഒരവസരം കിട്ടി വിളമ്പിയിട്ടേ പോകത്തുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കും, ഞാൻ കൊടുക്കും. പക്ഷെ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കർത്താവ് തന്റെ മക്കൾക്ക് വേണ്ടി വാഴ്ത്തി അപ്പത്തെ വാഴ്ത്തി നുറുക്കി കൊടുത്തു പറഞ്ഞു, ഇത് കൊടുപ്പിൻ, ഇവരെ കൊടുപ്പിൻ. ഹല്ലേലൂയ. വചനം മാത്രമല്ല ദൈവമക്കളെ, നമുക്ക് അന്നവും ദൈവം പറഞ്ഞിട്ടുണ്ട്. അന്നം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആഹാരം പ്രധാനപ്പെട്ട ഘടകമാണ്. ആഹാരം ഒരു മനുഷ്യൻ ജീവിക്കുന്ന പറയും, ഞങ്ങൾ ജീവിക്കുന്നത് ഒരുപിടി ആഹാരത്തിനാണ്. എത്ര കഷ്ടപ്പെട്ട 2000-3000 ജോലി ചെയ്തിട്ട് ഈ പൈസയും കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന വയറ് വീക്കോ? അതുകൊണ്ട് പൈസ എടുത്ത് വല്ലപ്പോഴേക്ക് കഴിക്കണം. പൈസയും വെച്ചുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ നല്ല മണം അടിക്കണം. ഈ മണം പിടിച്ച് കയറിയ വയറ് വീക്കോ? പോവത്തില്ല. ഇങ്ങനെ മാക്സിമം വലിച്ചു കയറ്റും, വയറ് വീക്കൂല. ആ സെന്നെ കഴിയുമ്പോൾ ഇത് കഴിച്ചാലേ വയറ് വീക്കത്തുള്ളൂ. അപ്പോ അന്നമെന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന ഒരു ഭാഗം കഴിക്കേണ്ടതാണ്, പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് കഴിക്കേണ്ട സമയത്ത് നല്ലപോലെ കഴിച്ചോളണം. പല്ലുള്ള സമയത്തൊക്കെ നല്ലപോലെ അരച്ചൊക്കെ കഴിച്ചാൽ, പല്ലൊക്കെ പോണ സമയത്ത് കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്നും പറ്റൂല എന്ന് പറഞ്ഞ് പോവാതെ ഇപ്പം തന്നിരിക്കുന്ന കൃപ അനുസരിച്ച് നല്ല ഉറപ്പൊക്കെ ഇല്ലേ, നല്ലപോലെ ആ വചനവും ഭക്ഷിക്കണം, ആഹാരവും ഭക്ഷിക്കണം. ഹല്ലേലൂയ. നല്ല സമയത്ത് കഴിച്ച് തന്നെ പോണം ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനകത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, ആമേൻ. ഫറവോൻ പറഞ്ഞു, നിങ്ങൾ ചെന്ന് മിസ്രയീമിൽ ചെന്നപ്പോൾ യോസേഫിന്റെ അടുക്കൽ ചെല്ലുവിൻ. എന്തുകൊണ്ട്? ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഫറവോൻ ഓർഡർ ഇട്ടില്ല? ഫറവോന്റെ അടുത്ത് വന്നിട്ട് മിസ്രയീം ജനം നിലവിളിച്ചപ്പോ ഫറവോന് പറഞ്ഞുകൂടെയോ, ഇതാ എല്ലാവർക്കും കൊടുപ്പ്, യോസേഫേ എല്ലാവർക്കും കൊടു എന്ന് പറഞ്ഞില്ല? പക്ഷെ അതിനുള്ള അധികാരമില്ല. ഇപ്പൊ പറയേണ്ട അധികാരം രാജാവിനില്ല. എനിക്ക് ഒന്ന് പറഞ്ഞു തരാൻ പറ്റും, യോസേഫിന്റെ അടുക്കൽ പോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, നീ യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് പോകാമോ? എനിക്ക് നിങ്ങളോടൊന്ന് ചാനലിലൂടെ പറഞ്ഞ കേൾക്കുന്നവരെ, നിങ്ങൾക്കൊന്ന് യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് പോകാമോ? തലകുലിക്കാ പോരാ, അന്തസ്സോടെ പോണം. അവിടെ ഒന്നും നോക്കരുത്. ജീവിച്ചിരിക്കണോ? യേശുവിന്റെ അടുക്കൽ പോയേ പറ്റൂ. വേറെ എവിടെയും പോവരുത്, യേശുവിന്റെ അടുക്കൽ തന്നെ പോണം. ഇത് കേൾക്കുമ്പോ കടപ്പുറത്ത് ഓടും അവിടെ. വേണ്ട. ചിലർ പറയും ഞങ്ങൾ അവിടെ പോയിട്ടാണ് വന്നത്. പല ദേശത്തും കടമില്ല. യഥാർത്ഥ ദൈവത്തിന്റെ അടുക്കൽ, ആത്മീയമായ കൂട്ടായ്മയിൽ, ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടത്തിലേക്ക് നീ കടന്നു വരുമെങ്കിൽ നിന്റെ അന്നത്തിനൊന്നും മുട്ടിപ്പോകത്തില്ല. അന്നത്തിന് വഴി തുറക്ക. അടഞ്ഞുപോയ മേഖല വിളിച്ചു പറയുന്നു, ഇന്ന് ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടത്തിലേക്ക് നീ കടന്നു വരുമെങ്കിൽ നിന്റെ അന്നം മുട്ടിപ്പോകത്തില്ല. ദൈവം അടഞ്ഞ വഴി തുറക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ അടഞ്ഞ വഴികളെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന അടുത്ത് നിൽക്കണം. ഹല്ലേലൂയ. ദൈവം പറയുന്നിടത്ത് നിന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാം. ഫറവോൻ പറഞ്ഞു, നിങ്ങൾ യോസേഫിന്റെ അടുത്ത് പോകണം. യോസേഫിന്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞപ്പോ അപ്പൊ മിസ്രൈമിലുള്ള എല്ലാവരും വേറെ അടുത്ത്, ജോർജിന്റെ അടുത്തെന്നോ തോമസിന്റെ അടുത്തോ പിന്നെ ഗോപാലിന്റെ അടുത്തെന്നോ ചന്ദ്രന്റെ അടുത്തെന്നോ മീനാക്ഷിയുടെ അടുത്തോ കമലാക്ഷിയുടെ അടുത്തോ പോയോ? പോയില്ല. എല്ലാവരും ഒരു മനസ്സോടെ നിന്ന്. കാര്യം എന്താണ്? എല്ലാത്തിനും പണി വന്നിരിക്കുന്ന ഒരു ക്ഷാമം. എല്ലാവരും ഒരു മനസ്സോടെ നിന്നു. ഒരു കഷ്ടത വന്നപ്പോൾ എല്ലാവരും ഒരു മനസ്സോടെ നിന്നിട്ട് ഫറവോൻ പറഞ്ഞ വാക്ക് കേട്ടു.
നേരെ പോയത് ഒറ്റ ഒരു വ്യക്തിയെ ഞങ്ങൾക്കുള്ളൂ, യോസഫിനെ മാത്രം. നിനക്ക് ദൈവം കാണിച്ചു തന്നാൽ, ഇന്ന ദൈവമാണ് തിരിച്ചറിഞ്ഞാൽ, ഇന്ന് വചനം പറയുന്നു, വിളിച്ചു പറയുന്നു, യഥാർത്ഥ ദൈവത്തിൽ തിരിച്ചറിഞ്ഞാൽ ആ ദൈവത്തിന്റെ അടുക്കൽ തന്നെ നിൽക്കണം. ഈ ദൈവത്തെ വിട്ടു പോകരുത്. നീ ദൈവത്തെ നിനക്ക് കാണിച്ചിരുന്നു. ഞങ്ങളെപ്പോലെ ദൈവദാസന്മാർ, ഇന്ന് ഞങ്ങളെപ്പോലെ ദൈവദാസന്മാർ ഘോരമായി പ്രസംഗിക്കുമ്പോ ജീവനുള്ള ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂന്ന് അഭിമാനത്തോടെ പറയുവാൻ ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. കാര്യം വന്ന ഹൈന്ദവ മാർക്കത്തിലൂടെ കയറി വന്നവൻ, ഹൈന്ദവ മാർക്കത്തിലൂടെ ഇന്നും കയറി വന്നു. ഞാൻ പലതും തപ്പി നോക്കിയിട്ട് കിട്ടാതെ ഇന്ന് എന്റെ കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ എന്നെ സുഭിക്ഷമായി നടത്തുന്ന ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ വിളിച്ചു പറയും, അത് കർത്താവായ എന്റെ യേശു ക്രിസ്തുവാണ്. ഇതിന്റെ പേര് പറയുമ്പോ എന്റെ തല വെട്ടറങ്ങി അങ്ങ് വെട്ടിക്കോട്ടെ. എന്റെ കർത്താവിന്റെ പേര് പറയുമ്പോ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ആരും തല വെട്ടറങ്ങി വെട്ടിക്കോ. ആ ചങ്കുറ്റുന്നുണ്ട്. ഒരു പട്ടിണിയുടെ നടുവിൽ നിന്ന്, പട്ടിണിയും ദാരിദ്ര്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട്, ഒരു തുണിക്ക് മറുതുണി ഇല്ലാതെ അനുഭവിച്ച കഷ്ടം നിന്നുകൊണ്ട് ഇന്ന് ഈ നിലവാരത്തിലേക്ക് കോട്ട് സൂട്ടുമായി കയറ്റിയ എന്റെ അപ്പൻ അവൾ പറയും, ഇത് ജീവനുള്ള ദൈവമാണ്, ഇത് ജീവനുള്ള ദൈവമാണ്. ഞാൻ കയറിയതല്ല, ദൈവം കയറ്റിയതാ. ഫറവോന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞു, ഞങ്ങൾ വന്നതല്ല, ദൈവം വന്നതാ. അടുത്ത് ഫറവോൻ പറഞ്ഞു, എന്റെ അടുത്ത് റൂട്ട് തിരി, നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് റൂട്ട് തിരിച്ചോ. ഇപ്പോഴത്തെ റൂട്ടുകളെ നിങ്ങൾക്കൊന്ന് മാറ്റി പിടിക്കാൻ പറ്റുമോ? നിങ്ങളെ ചുവടുകളൊന്ന് മാറ്റി പിടിക്കാൻ പറ്റുമോ? ഇന്നലെ വരെ നിങ്ങൾ പോയത് മറക്കട്ടെ, ഇന്നലെ വരെ വന്ന വഴികൾ മറക്കട്ടെ, എല്ലാം മറന്നിട്ട് നിങ്ങൾക്ക് പറയുന്ന വഴികൾ നടക്കാൻ പറ്റുമോ? വഴികൾ തുറക്കാൻ പോവുകയാണ്. വഴികൾ തുറക്കാൻ, അടഞ്ഞ വഴികളെ ആത്മാവ് വിളിച്ചു പറയുന്നു, അടഞ്ഞ വഴികളെ സ്വർഗ്ഗം നിനക്ക് വേണ്ടി ആമേ തുറക്കാൻ പോകുന്നുണ്ട്. ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. ആ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന കാര്യമെന്താ? എന്റെ യേശുവിന്റെ കൂടെയാ. ഞാൻ യേശുവിന്റെ കൂടെ ചേരാനാ പോകുന്നത്. യേശുവിന്റെ കൂടെ ചേരുവാനാ ഞാൻ യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നത്. യേശുവിന്റെ കൂടെ ചേരാനാ, എന്റെ യേശുവിന്റെ കൂടെ ചേരാനാ. ദാരിദ്ര്യം വരുന്ന വലിയവനോ ചെറിയവനോ ഒന്നില്ല, ജാതിയോ മതവുമില്ല, എല്ലാവർക്കും ഒരുപോലെയാ പട്ടിണി. ദാരിദ്ര്യം വരുന്നത് വലിയവനോ ചെറിയവനൊന്നില്ല, പണക്കാരനെന്നോ പാവപ്പെട്ടവനൊന്നില്ല, എല്ലാ കുടിലിനകത്തും കൊട്ടാരത്തിനകത്തും വരും ദാരിദ്ര്യം. കഷ്ടത വരുമ്പോൾ അങ്ങനെയാ. ഈ സമയത്ത് കഴിഞ്ഞ 2019, 20, 21 വന്നു കൊറോണ. വലിയവനോ ചെറിയവനല്ല, എല്ലാവർക്കും വന്നില്ലയോ? ഇത് കേൾക്കുന്ന ദൈവ പൈതലേ, 2019, 20, 21 കാലഘട്ടങ്ങളിൽ കൊറോണ വൈറസ് വലിയവനോ ചെറിയവനോ വന്നില്ല, എല്ലാവർക്കും വന്നില്ലയോ? മാറ്റി നിർത്തിയില്ല. മാറ്റി നിർത്തിയോ? ഇല്ല. വലിയവനും വന്നു, ചെറിയവനും വന്നു, കുടിൽ കിടക്കണവനും വന്നു, കൊട്ടാരത്തിൽ കിടക്കണവനും വന്നു. ക്ഷാമം വരുമ്പോ അങ്ങനെയാ, കൊയ്ത്ത് വരുമ്പോഴും അങ്ങനെയാ. എല്ലാവർക്കും ഒരുപോലെ തരുന്ന ദൈവം, അനുഗ്രഹം എല്ലാവർക്കും ഒരുപോലെയാ. നിങ്ങൾ അളവനുസരിച്ച് പ്രാപ്തിക്കനുസരിച്ച് പ്രാപിച്ചോ, നിങ്ങളുടെ പ്രാപ്തിക്കനുസരിച്ച് പിടിച്ചെടുത്തോ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ പകരുകയാണ്, നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കുകയാണ്. ഋഗന ധനന ഋഗനെ ശംദന ഭൂഡേ അസ്തല ഭൂഡവ രന്തല ഭൂഡവ രാജപദീന ഋഗനെ വൈഡവ രന്തല ഭൂഡവ രാജപദീന ഋഗനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ യഥാർത്ഥമായി ഇതാ നിങ്ങളെ റൂട്ടുകൾ തിരിക്കുന്നുണ്ട് യോസഫിന്റെലേക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനുഷ്യമായ യോസഫിന്റെ അടുത്തല്ല തിരിയുന്നത്, കർത്താവ് യേശുവിന്റെ അടുക്കലേക്ക് തിരിയുകയാണ്. ഇന്നലെ വരെ നിങ്ങള് ആയിരിക്കുന്ന മണ്ഡലത്തിൽ വിട്ട്, ആയിരിക്കുന്ന മണ്ഡലം വിട്ട് ഒന്ന് മാറ്റി പിടിക്കാമോ? ഒന്ന് മാറ്റി പിടിക്കാമോ? ദൈവം നിങ്ങളുടെ ജീവിതത്തില് ചില വീര്യപ്രവർത്തികൾ ചെയ്യാൻ പോവുകയാണ്. ഓ റബലബല റബറബ ധനബല ധനബര ധനബരബലബല ശംദല ഭൗഡവ രന്തല ഭൗഡവ രാജപദീന. ആ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം ഞാൻ ഇതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. ആ ദൈവ സാന്നിധ്യം എന്റെ ആത്മമണ്ഡലത്തിൽ അനുഭവിക്കുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യാണ്. ദൈവാത്മാവ് വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാണ്.
എല്ലാവരും മനുഷ്യരെ തിരയുമ്പോ ഇന്ന് വചനം പറയുന്നു, ദൈവ പൈതലേ, നിനക്ക് ദൈവത്തിലേക്ക് ഒന്ന് തിരിയാൻ പറ്റുമോ? എന്റെ അപ്പനിലേക്ക് തിരിയാൻ പറ്റുമോ? നീ അമ്പലയിൽ വരാമോ? എന്റെ അപ്പന്റെ അടുക്കലേക്ക് ഒന്ന് വരാമോ? അപ്പന്റെ അടുക്കലേക്ക് ഒന്ന് വരാമോ? നിനക്ക് അപ്പന്റെ അടുക്കലേക്ക് ഒന്ന് വരാമോ? ഓ, നിന്നെ കരം പിടിക്കാൻ പോവുകയാണ്. ക്ഷാമകാലത്ത് ക്ഷാമത്തോടെ നടത്തുക, ക്ഷാമകാലത്ത് ക്ഷാമത്തോടെ നടത്തുക. ദൈവം നിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ മേൽ ഓ കൃപ, അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങിയാണ്, അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങിയാണ്, അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങിയാണ്. പ്രാപിച്ചോ, പ്രാപിച്ചോ. ആത്മാവിന് കിട്ടുന്നവർ അത് കരമടിച്ച് നിലവിളിച്ച് പ്രാപിര്. ഞാൻ വരൂ, ഞാൻ വരൂ, ഞാൻ വരൂ യേശുവേ. ഇത് പറയുമ്പോ സ്വർഗ്ഗം നിനക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. പ്രിയ സഹോദര, നിനക്ക് വേണ്ടി, ഓ സിസ്റ്റർമാരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കുന്നു. ആത്മസാന്നിധ്യം നിറയുന്നു, ആത്മസാന്നിധ്യം ഇതിനകത്ത് നിറയുന്നു. ഞാൻ യേശുവിലേക്ക് വരും, ഞാൻ യേശുവിലേക്ക് വരും, ഞാൻ അപ്പന്റെ അടുക്കലേക്ക് വരും. ഒരു മകൻ പറഞ്ഞു, ഞാൻ അപ്പന്റെ അടുക്കലേക്ക് പോകും. അപ്പാ, നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു, ഞാൻ ഏറ്റു പറയോ. മാനസാന്തരങ്ങൾ ഇന്ന് ഏറ്റു പറച്ചില്, മാനസാന്തരങ്ങൾ. നീ മടങ്ങി വരുവാ, മടങ്ങി വരുവാ. ഒരു ദൈവം എന്നോട് ദൈവാത്മാവ് സംസാരിച്ച കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുമ്പോഴേ ദൈവാത്മാവ് വെളിപ്പെടുത്തുള്ളൂ. ചാടുമ്പോഴും ആരാധിക്കുമ്പോഴും ദൈവം ഇറങ്ങി വരും, ദൈവാത്മാവ് ഇടപെടും. ഞാൻ പറയട്ടെ, എല്ലാവരും മിസ്രൈമിലുള്ള എല്ലാവരും മിസ്രൈമിലെ എല്ലാവരും ഫറവോന്റെ അടുത്തൊന്ന് നിലവിളിച്ചു. അപ്പൊ ഫറവോ എന്ത് പറഞ്ഞു? നിങ്ങൾ എൻ്റെ അടുത്ത് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ പോയി അവിടെ ഒരാളുണ്ട്, യോസഫിൻ്റെ അടുത്ത് പോകണം, അവിടെ ചെന്ന് വാങ്ങാൻ പറഞ്ഞോ. അവിടെ ചെന്ന് വിളിക്കണം. നിങ്ങൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് കാര്യമില്ല, പക്ഷെ നിങ്ങൾ അവിടെ ചെന്ന് വിളിക്കണം. ഫറവോൻ ഉത്തരവിട്ടു, നിങ്ങൾ എല്ലാവരും യോസഫിന്റെ അടുക്കൽ പോകണം. ഉത്തരവിട്ടു. ഈ ഉത്തരവ് എവിടെ നിറക്കി? രാജ കൊട്ടാര ഉത്തരവ്. അങ്ങനെയാണെങ്കിൽ സ്വർഗം പറയുന്നു, ഒരു ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പോരൂലേ? സകലവരും യേശുവിന്റെ അടുക്കലേക്ക് വരൂലേ? എല്ലാവരും ഒരു മനസ്സോടെ യേശുവിന്റെ അടുക്കലേക്ക് വാ. ഇതാ ഒരു ഓർഡർ നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരും ഒരു ഓർഡർ അടിച്ചു. ഓർഡർ അടിച്ചെന്താ? ഓർഡർ അടിച്ചത് ആരാ? സ്വർഗം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും യേശുവിന്റെ അടുക്കലേക്ക് വാ. ഇന്ന് പലയിടത്തല്ലേ പോകുന്നത്, പല രീതിയിലല്ലേ. പക്ഷെ ഒറ്റ വാക്ക് കേട്ടപ്പോ, ക്ഷാമം ഒന്നായത് കൊണ്ടും കഷ്ടത ഒന്നായത് കൊണ്ടും ഫറവോൻ ഒന്നായത് കൊണ്ടും, ഒരു ഫറവോനേ ഉള്ളൂ, ഒരു ഫറവോൻ ഒന്നായത് കൊണ്ടും, ഫറവോന്റെ വാക്ക് ഒന്നായത് കൊണ്ടും എല്ലാവരും നേരെ തിരിഞ്ഞു യോസഫിലേക്ക്. ഞാൻ ഇന്ന് പറയുന്നു, നമ്മുടെ ദൈവം ഒരുവനായത് കൊണ്ടും, നമ്മുടെ കർത്താവായ യേശു ഒരുവനായത് കൊണ്ടും ഒരു മനസ്സോടെ തിരിയുമെങ്കിൽ ഒരു നന്മ നിനക്കെടുക്കാം. ഒരു മനസ്സോടെ കുടുംബത്തിൽ തിരിയുമെങ്കിൽ ഒരു അനുഗ്രഹം നിനക്കെടുക്കാം. ശവന രഗന ധീന അടനത്താര ബദന്തല ബൗഡവരാജപദീന രഗനെ. ഇരു മനസ്സോടെ ഇരുന്ന കിട്ടത്തില്ല, ഇരു മനസ്സോടെ ഇരുന്ന കിട്ടത്തില്ല. ഒരു മനസ്സോടെ കേൾക്കാനുള്ള മനസ്സുണ്ടോ? പറയുന്നത് ഫറവോനാണ്. പക്ഷെ ഫറവോന്റെ വാക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂല, പട്ടിണിയാണ്. അനുസരിച്ചില്ല എങ്കിൽ ആഹാരം കിട്ടൂല, അല്ലേ? പക്ഷെ എല്ലാവരുടെയും അവസ്ഥ ഒന്നായത് കൊണ്ട്, എല്ലാവരും അവസ്ഥ ഒന്നാണ്. ആ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും അവസ്ഥ ഒന്നാവണം. കാര്യം എന്താണ്? നമ്മുടെ ദൈവം ഒരുവനായത് കൊണ്ടാണ്. മനസ്സിലായി? ഇപ്പം എല്ലാവരും പറയും, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവർ തിന്നണ്, എവർ തിന്നണ്, അവർക്കുണ്ട്, എവർക്കുണ്ട്, ഞങ്ങൾക്കില്ല, അല്ലേ? അവർക്കുണ്ട്, എവർക്കുണ്ട്, ഞങ്ങൾക്ക് മാത്രം കഷ്ടത, ഞങ്ങൾക്ക് മാത്രം ബുദ്ധിമുട്ട്, ഞങ്ങൾ എന്നും കഷ്ടത, ഞങ്ങൾക്ക് മാത്രം ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് മാത്രം എന്നും ഈ വേദന. അവർക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷെ പ്രശ്നം കയ്യിൽ പിടിക്കുമ്പോൾ ദൈവം മുറുകെ പിടിക്കും. ദൈവം പിടിക്കാൻ തുടങ്ങിയ എല്ലാം ഒരുമിച്ച എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഇങ്ങനെ എടുത്ത് ഒന്ന് കർത്താവ് ഒന്ന് കൈ മുറിക്കാൻ മതി. ഒരു വരൾച്ച വന്നപ്പോൾ ദേശം മുഴുവനും ബാധിച്ചു.
കുറച്ച് ദിവസമൊക്കെ പിടിച്ചു നിന്നു. വലിയവൻ്റെ വീട്ടിലും ചെറിയവൻ്റെ വീട്ടിലും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം തീർന്നു. ഇപ്പം വേണമെങ്കിൽ പറയാം കുറെ പൈസയുണ്ട്, പണം ഇട്ട് കലത്തിയിട്ട് പുഴുങ്ങി തിന്നാ തിന്ന് വയറ് വെക്കും. നിനക്ക് 500-5 കെട്ടുണ്ട്, എനിക്കറിയാം. നീ കലത്തി കൊണ്ടിട്ട് നല്ലപോലെ ഇട്ട് വ്യാപിച്ച് തിന്നാ വയറ് വെക്കോ? പണം തിന്നാ വയറ് വെക്കത്തില്ല, അന്നം തിന്നാലേ വയറ് വെക്കത്തുള്ളൂ. ഇന്ന് പലരും പറയും ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ട്, ഞങ്ങൾ ജീവിക്കും. അത് വെച്ചുകൊണ്ടിരിക്കേ ഉള്ളൂ. പലതും കയ്യിലുണ്ടെന്ന് പറയുന്നതൊക്കെ ഇരിക്കേ ഉള്ളൂ. പക്ഷെ അന്നത്തിന് അന്നം തന്നെ വേണം. അത് എവിടെയുണ്ട്? മിസ്രൈമില് യോസഫിന്റെ പക്കലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ അനുഗ്രഹം എവിടെയുണ്ട്? സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കലുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കല് നിന്റെ അനുഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹം എവിടെയുണ്ട്? സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കലുണ്ട്. നീ അവിടേക്കൊന്ന് തിരിയണം. ഇന്ന് റൂട്ട് തിരിക്കണം. ഇത് കേൾക്കുമ്പോൾ ഒരു മാനസാന്തരം വരണം. ഞാൻ ഇന്നലെ വരെയും പോയത് എൻ്റെ കഷ്ടതയായിരുന്നു. ഇന്നലെ വരെയും പോയത് എന്നെ തീറ്റിപ്പോറ്റെന്ന് വിചാരിച്ചു. ഇപ്പോൾ സേവിച്ചുകൊണ്ടിരുന്ന ജീവിതകാലം പോറ്റുന്നാണ് ധാരണ. തോന്നലാണ് മക്കളെ, അതൊക്കെ തോന്നലാണ്. ഇപ്പം പോറ്റണടുത്ത് എല്ലാ ജീവിതകാലം കിട്ടുമെന്നാണ് എല്ലാവരുടെ മനസ്സിരിപ്പ്. അതൊക്കെ മനസ്സിൽ തോന്നലുകളാണ്. അത് തിന്നാം 1 മാസം 2 മാസം, മാക്സിമം കൊറോണ 1 മാസം വരെയൊക്കെ പിടിച്ചു നിന്നു. 2ാമത്തെ മാസം ആയപ്പോഴും എല്ലാ മരത്തിന്റെ മൂട് തോണ്ടാൻ തുടങ്ങി, ആരെങ്കിലും കിട്ടുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരച്ചിന്റെ മൂട് തോണ്ടിയതല്ലേ? ഇല്ല, പലരുടെയും ബുദ്ധി ദാരിദ്ര്യം വരുമ്പോ മാറ്റിവെച്ച് ചക്കക്കുരുവൊക്കെ നിസാരമാറ്റി വലിച്ചെറിഞ്ഞ തൊടിയിൽ 1 മാസം കഴിഞ്ഞപ്പോ നോക്കി, ഞാൻ ഇന്നലെ എടുത്തെറിഞ്ഞ ചക്കക്കുരുടെ ഉണ്ടല്ലോ, ആ എറിഞ്ഞ് ചുളയോടെ എടുത്തെറിഞ്ഞ് പട്ടി അടിച്ചുകൊണ്ട് പോയി. നായ അടിച്ചുകൊണ്ട് പോയി. നായ അടിച്ചുകൊണ്ട് വെച്ചിട്ട് അപ്പുറത്തെ പറമ്പിൽ സാധിച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ തരുന്ന അന്നത്തെ സൂക്ഷിക്കണം. ഒന്ന് നിസ്സാരമായിട്ട് കാണരുത്. മനസ്സിലായ? ഒരു കടി കടിച്ച് വലിച്ചെറിയുമ്പോഴേ ഇത് അന്വേഷിച്ചിറങ്ങുന്ന സമയം വരും. ദാരിദ്ര്യം, ക്ഷാമം, ഇത് പറയുമ്പോൾ ആത്മാവിൽ എരിവുണ്ടാവണം. അന്നം തിന്നുമ്പോൾ ഒരു സൈഡ് കടിച്ചിട്ട് വലിച്ചെറിയുമ്പോൾ അടുത്ത് പറയുന്നു ഒരു ക്ഷാമം വേണ്ടി വരുന്നുണ്ട്. അടുത്ത് ദൈവം വരാൻ പോകുന്ന കാലഘട്ടങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഒരു ക്ഷാമം വരാൻ പോകുന്നുണ്ട്. നമ്മൾ കെയർഫുൾ ആയിരിക്കണം, കരുതിക്കൊള്ളണം. ദൈവമക്കളെ, നിങ്ങൾ കരുതണം, ജാഗ്രതയോടെ ഇരിക്കണം. അന്നത്തെ നിസ്സാരമായിട്ട് കാണരുത്. അല്ലെങ്കിൽ കുറച്ച് കഴിച്ചിട്ട് കുറച്ച് കുഴച്ച് വെച്ചിട്ട് പാസ്റ്റർ കഴിച്ചോ എന്നും പറഞ്ഞ് വെച്ചിട്ട് പോകരുത്. ഹല്ലേലൂയ. അല്ലെ വിശ്വാസികൾ കഴിച്ചോ എന്നും വെച്ചിട്ട് പോകരുത്. കഴിക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ കഴിക്കുക. നല്ല രീതിയിൽ കഴിച്ചാൽ എൻ്റെ ജീവിതകാലം മുഴുവനും ദൈവം വിളമ്പിത്തരും. നല്ലപോലെ കഴിക്കാൻ, നല്ലപോലെ കഴിക്കുന്നവന് നല്ലപോലെ വിളമ്പിത്തരും. അപ്പോൾ ഒരു സുഭിക്ഷമായൊരു അനുഗ്രഹം വന്ന ശേഷം, സമൃദ്ധി വന്ന ശേഷം വരുന്നു ക്ഷാമം വരുന്ന സമയത്ത് കയ്യിലിരുന്ന് എല്ലാം തീർന്നു. അന്ന് നോക്കണം, അന്നത്തിന് അന്നം ഉണ്ടെങ്കിലേ പറ്റൂ. കപ്പയ്ക്ക് കപ്പ എടുത്ത് ശരിയാക്കാൻ പറ്റുള്ളൂ. അല്ല കപ്പയ്ക്ക് പകരം ചെന്ന് 2 മാവിൻ്റെ കൊണ്ട എടുത്തിട്ട് മുറിച്ചിട്ട് വെച്ചാൽ കപ്പയാവുകയില്ല. കപ്പയ്ക്ക് പകരം കപ്പ തന്നെ എടുക്കണം. അല്ല ചെന്ന് പ്ലാവിൻ്റെ 2 കൊമ്പ് വെട്ടിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ കപ്പയാവോ? ആവൂല. കപ്പയായിട്ട് കഴിച്ചാലേ പറ്റുള്ളൂ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ദാരിദ്ര്യം വന്ന സമയത്ത് എല്ലാവരും ഒരു മനസ്സോടെ ഫറവോന്റെ അടുത്ത് നിലവിളിച്ചപ്പോൾ ഫറവോൻ ഒന്നായതുകൊണ്ട് പറഞ്ഞു, നേരെ യോസഫിന്റെ അടുക്കിലേക്ക് തിരി. ഇത് പറയുമ്പോൾ മനസ്സിലാക്കണം, ഞങ്ങൾ തിരിയേണ്ടത് കർത്താവിൻ്റെ ലാക്കാണ്. നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് മാറി യഥാർത്ഥ ദൈവത്തിലേക്കൊന്ന് വരുമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിന്റെ ചുറ്റും 4 ചുറ്റും ക്ഷാമമാണ്. മറ്റുള്ളവർ നിലവിളിക്കുമ്പോ നിന്റെ നിലവിളി അടക്കി തരുന്നൊരു ദൈവം നിനക്കുണ്ട്. എല്ലാവരും നിലവിളിക്കുമ്പോ നിനക്ക് വിളിക്കേണ്ടി വരില്ല. കാര്യം എന്താണ്? നീ ആശ്രയിക്കുന്നിടത്ത് ആശ്രയിച്ചത് കൊണ്ടാ, നീ ആശ്രയിച്ച ദൈവത്തെ മുറുകെ പിടിച്ചത് കൊണ്ടാ, കർത്താവ് യേശുവിനെ നീ മുറുകെ പിടിച്ചത് കൊണ്ടാ, അപ്പനെ മുറുകെ പിടിച്ചത് കൊണ്ടാ ഇന്ന് നിനക്കൊരു കഷ്ടത വരാത്തത്, നിനക്കൊരു വേദന വരാത്തത്. വന്നാലും ദൈവം മാറ്റിത്തരും.
ചില പറയും ഇത് ഞങ്ങൾക്ക് ക്രിസ്ത്യാനിയൊക്കെ വരുന്നുണ്ടല്ലോ. എടി എല്ലാവർക്കും വരും, വന്നാലും ദൈവം പോറ്റും. വേദനയും പ്രയാസം എല്ലാ പാസ്റ്റർമാർക്കും ഉണ്ട്, ദൈവമൊക്കെ ഉണ്ട്. പക്ഷെ നന്നാലും സൗഖ്യം തരും, വിടുവിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുവാൻ ഇന്ന് ഒരേ ഒരാളെ പറ്റൂ, നമ്മുടെ കർത്താവായ ദൈവത്തിനാണ്. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്തോ. നിങ്ങളുടെ പ്രശ്നങ്ങൾ, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ മിസ്രൈമില് യോസേഫിനെ ആരാക്കി വെച്ചു? ഫറവോനാണെങ്കിലും അതിനെ പോസ്റ്റ് ചെയ്ത സ്വർഗമാണ് അല്ലേ? ഫറവോനാണ് മിസ്രൈമില് യോസേഫിനെ പക്ഷിവകുപ്പ് ആ സ്ഥാനം കൊടുത്തിരുത്തിയത്. ഫറവോനാണ് നിങ്ങൾ പറയും. പക്ഷെ ഫറവോന്റെ ഹൃദയത്തിനകത്ത് പ്രവർത്തിച്ചാരാ? ദൈവമാണ്. ഹൃദയത്തിനകത്ത് വെളിപ്പെടുന്നതിൽ ഇരുത്തുള്ളൂ. ഇന്ന് നിങ്ങൾക്കൊരു സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ദൈവം തന്നതാണ്, ദൈവം അംഗീകരിച്ചതാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് സംസാരിക്കും. ഇവന് സ്ഥാനം കൊടുക്കണം, ഇവന് അംഗീകാരം കൊടുക്കണം, ഇവന് എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഇടപെടണമെങ്കിൽ ദൈവാത്മാവ് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച വ്യക്തിയായിരുന്നു ഫറവോൻ. ഫറവോനോട് ദൈവാത്മാവ് സംസാരിച്ചു. ഇതിന് യോഗ്യൻ, മിസ്രൈമിൽ എല്ലാ യോഗ്യന്മാരെ അന്വേഷിച്ചു. യോസേഫ് പറഞ്ഞു, ഇതാ ഒരു യോഗ്യനെ കണ്ടുപിടിക്കണം, ക്ഷാമം വരാൻ പോകുന്നു. യോസേഫ് തന്നെ പറഞ്ഞു, ഒരു ക്ഷാമം വരാൻ പോകുന്നുണ്ട്, ഇതിനും വിവരവും ജ്ഞാനോ പരിജ്ഞാനിയായ ഒരു വ്യക്തിയെ കണ്ടെത്തണമെന്ന് രാജാവിനോട് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, അത് നീ തന്നെ. പറഞ്ഞ വ്യക്തിയെ കൊണ്ട് തന്നെ പറഞ്ഞു, നീ തന്നെ. യോസേഫ് ആഗ്രഹിച്ചോ? ഇല്ല. പക്ഷെ നിന്റെ വാക്ക് കേട്ടപ്പോ ചിലവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. നീ പറയുമ്പോൾ ചില വിടുതൽ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാവരും യോസേഫിന്റെ അടുക്കലേക്ക് ചെല്ലുവിൻ. എല്ലാവരും യോസേഫിന്റെ അടുക്കൽ ചെല്ലുവിൻ, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. ചുമ്മാ അല്ല, പാസ്റ്റർ പറയും പോലെ ദൈവമക്കൾ കേട്ടാൽ, പാസ്റ്റർ പറയും പോലെ ദൈവമക്കൾ കേട്ടാൽ, പാസ്റ്റർ പറയുന്ന വചനം ഞാൻ പറയും, വചനം പറയുന്നത് പോലെ നിങ്ങൾ കേട്ടാൽ, പാസ്റ്റർ സ്ഥാനം വിട്. ദൈവവചനം നിങ്ങളെ കയ്യിലിരുന്ന ബൈബിൾ എന്തു പറയുന്നു അതനുസരിക്കുമെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വരാൻ പോവുകയാണ്. ഞാനെന്ന് പറയുമ്പോൾ പലർക്കും ചിലർക്കൊക്കെ ഇങ്ങനെ നോക്കിയാണ്, എന്നെ വിട്ടുകളെ, നിങ്ങളൊരാളൊന്നും കൂട്ടേ വേണ്ട. ചിലവർ ചേർത്ത് പിടിക്കും, ചിലവർ അകറ്റി നിർത്തും. എനിക്കറിയാം, ചിലവർ പാസ്റ്ററിനെ ചേർത്ത് പിടിക്കും, ചിലവർ അകറ്റി നിർത്തും. അത് ഒരു യാത്രയിൽ അങ്ങനെ തന്നെയാണ്, ഒരു യാത്രയിൽ അങ്ങനെ തന്നെയാണ്. ചില മനസ്സുകൊണ്ട് അംഗീകരിക്കാത്തവരുണ്ട്, അംഗീകരിക്കുന്നവരുണ്ട്. അത് ആരുമായിക്കോട്ടെ. പക്ഷേ നിങ്ങളിതെല്ലാം വിട്ടുകളെ, മാനുഷ്യമായ രീതി എല്ലാം വിട്. ഈ ലോകത്തിന്റെ മാനുഷ്യ ചിന്തകളെ വിട്ടുകളെ. ഈ മാനുഷ്യമായ ചിന്തകളെല്ലാം വിട്ട് കളഞ്ഞിട്ട് വചനം നിങ്ങളുടെ കയ്യിലുണ്ടോ? ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? കർത്താവായ വചനമാണ് ബൈബിൾ. നിങ്ങളുടെ ഇരിക്കുന്ന ഈ പുസ്തകം നിങ്ങൾ പുറമേ കാണുമ്പോൾ കറുത്ത ബൈൻഡിട്ടത് ബൈബിൾ, പക്ഷെ അകത്തിരിക്കുന്ന എല്ലാം ഭയങ്കര പിച്ചിപ്പൂ പോലത്തതാണ്. ആമേ, സുഗന്ധമേറിയതാണ്. ഇതിനകത്തിരിക്കുന്ന ഭക്ഷിക്കുവാനാണ് വിളിച്ചിരിക്കുന്നത്. അതാ ബൈബിൾ എന്ത് പറയുന്നു. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന, ഞാൻ പറയുന്ന വാക്കല്ല, എൻ്റെ കർത്താവ് എൻ്റെ നാവിലൂടെ പറയുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കേ. ബൈബിൾ ഇല്ലാത്ത എന്തെങ്കിലും ഞാൻ പറയുന്നില്ലെങ്കിൽ, അല്ല പറയുന്നുണ്ട്, ബൈബിൾ ഇല്ലാത്ത കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട. ചിലർക്കൊക്കെ മനസ്സിലൊക്കെ ഇങ്ങനെ അടിച്ച് മിസൈൽ പോലെ കയറും. അതെന്തോ കുഴപ്പങ്ങളുണ്ട്, എവിടെയോ മുട്ട കെട്ട് തുടങ്ങിയിട്ടുണ്ട്, നാറ്റം വയ്ക്കുമ്പോൾ ഇരിക്കാൻ പറ്റാത്തത് അല്ലേ? ചിലർക്കൊക്കെ കയറാൻ പറ്റില്ല. അത് വേണ്ട, ഞാനത് വിട്ടു. പക്ഷെ ബൈബിൾ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുക. ഫറവോൻ പറഞ്ഞു, യോസേഫ് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ ചെയ്തേ പറ്റൂ. ആഹാരം വേണോ? നിങ്ങൾക്ക് ആഹാരം വേണോ? ജീവിക്കണോ? ആഹാരം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. മരിക്കാറായപ്പോഴാണ് എല്ലാവരും ഒറ്റക്കെട്ടായി വിളിച്ചത് അല്ലേ? എല്ലാം തീർന്ന് വീട്ടിലെ കലമെല്ലാം കമത്തി വെച്ചു. വീട്ടിലുള്ള എല്ലാം തീർന്നപ്പോഴാണ് ഒന്ന് ഇറങ്ങി നമ്മുടെ സെക്രട്ടറിയിലോട്ട് പോവാം. സെക്രട്ടേറിയറ്റിലോട്ട് ചെന്നിട്ട് നമുക്കൊന്ന് വിളിക്കാം. എല്ലാം തീർന്ന ശേഷം ഞങ്ങൾക്ക് കിറ്റ് തരണമേ, കിറ്റ് തരണമേ, കിറ്റ് തരണമേ.
എല്ലാവരും ഒരു മനസ്സോടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പാവപ്പെട്ട മുഖ്യമന്ത്രി പറയും ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. നിങ്ങൾക്ക് ഓണത്തിനൊക്കെ കിറ്റുകൾ തരുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രതീക്ഷയോടെ ഇരിക്കും, കിട്ടും, അത് പോയിക്കട്ടെ. എന്നാൽ ഇവിടെ പറയുന്നു യോസഫ് പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ ക്ഷാമം 56-ാമത്തെ വാക്യം, ക്ഷാമം ഭൂതലത്തിലൊക്കെ എന്ന ഭൂമിയിൽ സകലയിടത്തും ഉണ്ടായി. മിസ്രൈമിൽ മാത്രമല്ല, ഭൂതലത്തിൽ സകലയിടത്തും ക്ഷാമം വന്നു. മനസ്സിലാവുന്നുണ്ടോ? ക്ഷാമം വന്ന എവിടെയാ? ഭൂതലം മുഴുവനും, ഭൂമി മുഴുവനും, ഈ ലോകം മുഴുവൻ എന്ത് വന്നു? ക്ഷാമം വന്നു. ഇത് വന്നപ്പോ യോസഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു. മിസ്രൈമർക്ക് ധാന്യം വിറ്റു. ചുമ്മാ കൊടുത്തില്ല, പൈസക്ക്. അവരുടെ പൈസയുണ്ട്. മിസ്രൈമില എന്തുണ്ട്? പൈസയുണ്ട്. പൈസ വാങ്ങിച്ചിട്ട് എല്ലാവരും പൈസയുണ്ട്. ചിലവർക്ക് ആ ഒരു പാവമുണ്ട്, ഞങ്ങളുടെ ലക്ഷങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ജീവിക്കുമല്ലോ എന്ന് വെച്ചുകൊണ്ടിരിക്കാനേ പറ്റും. പ്രൈസലോ. എല്ലാം ഉണ്ടെങ്കിലും സാധനം വേണ്ടേ? കയ്യിലുണ്ട്, സാധനം വേണ്ടേ? പക്ഷെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ദൈവം യോസഫിന്റെ പക്കൽ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഈ ഭൂതലത്തിൽ ഒരു വ്യക്തിയെ ദൈവം ആക്കി വെച്ചു, യോസഫിനെ. ആ യോസഫിന്റെ പക്കൽ മാത്രമേ ധാന്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂതലത്തിൽ, ഈ ലോകത്തെ ആക്കി വെച്ചിട്ട് സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ കരങ്ങളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തെ സകലത്തെയും ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? കർത്താവായ യേശുവിന്റെ കരങ്ങളിലാണ്. ഒരു യോസഫിന്റെ കയ്യിൽ പക്കൽ ഉള്ളതുപോലെ തന്നെയാണ് സകല അനുഗ്രഹം ആരുടെ പക്കലുണ്ട്? യേശുവിന്റെ പക്കലുണ്ട്. നിങ്ങൾ നാളെ അവധി എടുത്തുകൊണ്ട് മിസ്രൈമിൽ പോയി യോസഫിന്റെ അടുക്കലേക്ക് പോകണ്ട. ഇന്ന് പോകുന്ന ട്രെയിൻ ബുക്ക് ചെയ്തു, അല്ലെങ്കിൽ വിദേശത്തൊന്നും പോണ്ട. ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് ഹൃദയം തുറന്നാൽ മതി. ഈ വചനം കേൾക്കുമ്പോ പറ, ഇന്ന് എന്റെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ ഒന്ന് ആഗ്രഹിച്ച്, നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഒന്ന് വിളിക്കുവാൻ അതിനൊന്നും മടി കാണിക്കരുത്. ഇവിടെ എല്ലാവരും ഒരു മനസ്സൊന്ന് ദാരിദ്ര്യം കൂടിയതുകൊണ്ടാ. ഭൂതലം മുഴുവനും ക്ഷാമം. അത് കഠിനമായി തീർന്നു. അത് ശക്തമായ ചൂട്. ഇന്ന് വിദേശത്ത് നിലവിളിച്ച് രാത്രി വിളിച്ച 53 ഡിഗ്രി ചൂടാണ്. കുവൈറ്റിൽ 53 ഡിഗ്രി ചൂട്. രാത്രി 12 53 ഡിഗ്രി ചൂടാണ്. പ്രേക്ഷകകാലം വിദേശ രാജ്യങ്ങളെ ബന്ധമുള്ളതുകൊണ്ട് അവർക്കറിയാം. വിളിച്ചു പറയും, പക്ഷേ ഇത്രയും ചൂടാണ്, പ്രാർത്ഥിക്കണം. അപ്പോൾ ചൂടും അതിശക്തമായി വിശപ്പും എല്ലാം കൊണ്ടും നമുക്ക് ചർച്ച 32-38 വരെ നമ്മൾ നിലവിളിച്ചുകൊണ്ട് ഓടുന്നുണ്ടല്ലേ. ചൂടും വിശപ്പൂടെ വന്ന് എങ്ങനെയായിരിക്കും? നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കഠിനമായി തീർന്നത് കൊണ്ടും സകല ദേശക്കാരും നോക്കിക്കൊള്ളണം. 57-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് സകല ദേശക്കാരും ധാന്യം കൈക്കൊള്ളുവാൻ എവിടെ വന്നു? മിസ്രൈമിൽ യോസഫിന്റെ അടുക്കൽ വന്നു. ഫറവോന്റെ അടുത്ത് പോയിട്ടില്ല. ഇന്നിന്റെ ഫറവോന്റെ പോക്കെല്ലാം മാറ്റി പിടിക്കണം. ഫറവോന്റെ അടുത്തല്ല പോവേണ്ടത്, യോസഫിന്റെ അടുക്കലാണ് പോവേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെ അല്ല പോവേണ്ടത്, കർത്താവായ യേശുവിന്റെ അടുക്കലാണ് പോകേണ്ടത്. എവിടെ? അവിടെ ഇവിടെ എല്ലായിടും ഉണ്ട് അല്ലേ? അവിടെ ഇവിടെ എല്ലായിടും ഉണ്ട്. അപ്പുറത്തോട്ട് തൊട്ടടുത്ത് എല്ലായിടും ഉണ്ട്. പക്ഷേ ഒരു സ്ഥലം മറക്കരുത്, ഒരു സ്ഥലം മറന്നു പോകരുത്. അവിടേക്ക് ചെന്നിരുന്ന് വെറുതെ വരാനേ പറ്റൂ. ഒന്നും കിട്ടുന്നില്ല. ടോക്കൺ എടുത്ത് അവസാനം നിന്റെ പേര് വിളിക്കാൻ പറയും, അടുത്ത മാസം വരാൻ. ഇങ്ങനെ പറഞ്ഞ് വർഷങ്ങൾ ഏറെയായി. ഇപ്പൊ 60, 70, 80 വയസ്സായി. ടോക്കൺ കയ്യിലുണ്ട്, കിട്ടുന്നില്ല കഴിക്കാൻ. നമ്മളീ പറ്റി പോകരുത്. ജീവിതം പരാജയമാകരുത്. എൻ്റെ ഭാഷ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു പരാജയമാകരുത്. ജീവിതം വേസ്റ്റ് ആകരുത് സഹോദര. നമ്മുടെ ജീവിതം വേസ്റ്റ് ആകരുത്. നമ്മൾ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ കയറിക്കൊള്ളണം. ജീവിതം വേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അയ്യോ, ഞാൻ നേരത്തെ ഒന്ന്, ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട്, പാസ്റ്റർ നേരത്തെ ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി ഇനങ്ങുമായിട്ട് മാറിയിരുന്നേ. പക്ഷെ എല്ലാത്തിനും സമയമുണ്ട്. ഇന്ന് നമ്മൾ അറിയുന്നു, യഥാർത്ഥമായി ഒന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അറിയേണ്ടിൽ അറിഞ്ഞ്, വിളിക്കേണ്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ, വരേണ്ടടുത്ത് വന്നു കഴിഞ്ഞാൽ, നിന്റെ ഹൃദയം തുറക്കുവാൻ ഒരു മനസ്സോടെ നീ വന്നു കഴിഞ്ഞാൽ നിന്റെ അനുഗ്രഹം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. എല്ലാ സംസ്ഥാനം, എല്ലാ ദേശക്കാരും സകലവരും എവിടെ വന്നു? മിസ്രൈമിലേക്ക് വന്നു.
യോസഫിന്റെ അടുക്കലേക്ക് വന്നു. 42:1. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കാതെ മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു. ആരൊക്കെ ഇവിടുന്ന് കിറ്റ് വാങ്ങിച്ചുകൊണ്ട് പറയാണ്. ചിലർ അങ്ങ് നോക്കിക്കൊണ്ട് പോവുകയാണ്, തലയിൽ കൈ വെച്ചോണ്ട് പറയാണ്. ഇതിങ്ങനെ ഒരു സംസാര വിഷയമാണ്. അപ്പൊ ഇങ്ങനെ തലയിൽ കൊണ്ടുപോകുമ്പോ പലയിടത്തും ചോദിക്കുന്നു, ഇത് എവിടെന്ന്. അപ്പോഴാണ് പറഞ്ഞ മുറിഞ്ഞ പോലെ സ്വാന്തനത്തില് പാസ്റ്റർ കിറ്റ് കൊടുക്കും. ഇത് കേൾക്കുന്നവരെ ന്യായമായി കിട്ടുന്ന, നിങ്ങൾ പട്ടിണിയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് യഥാർത്ഥമായിരിക്കണം. അന്വേഷണവിധമായി അന്വേഷിച്ച് കൃത്യമായിട്ട് തെളിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭാഗ്യം പോക്കില്ല, പിന്നെ നിവർത്തിയില്ല. 10,000-50,000 ശമ്പളം വാങ്ങിച്ചുകൊണ്ട് വരല്ലേ. ഉള്ളതൂടെ പോകും. പോവാതിരിക്കുവാൻ ദാരിദ്ര്യമാണ്, ബുദ്ധിമുട്ടാണ്, സഹായിക്കണമെന്ന് കൃത്യമായിട്ട് സഭ സഹകരിച്ചില്ലെങ്കിലും എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ സഹായിക്കും. സഭ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ കൈവയ്ക്കത്തില്ല. ദൈവം എനിക്കൊരു കൃപ തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പ്രൈസ് ദി ഹല്ലേലൂയ. പക്ഷെ യഥാർത്ഥമായിരിക്കണം. അല്ല ഇത് കേട്ടുകൊണ്ട് നാളെ ചാടി ഓടി വന്നു കഴിഞ്ഞിട്ട് ഉള്ള അനുഗ്രഹം പോവരുത്. കഷത്തിരിക്കണതും അവസാനം പോവുകയും ചെയ്യും, ഉത്തരത്തിരിക്കണ എടുക്കാനും പറ്റൂല. ആ സ്ഥിതി വരരുത്. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ഹല്ലേലൂയ. മിസ്രൈമിൽ മാത്രമേ ധാന്യം ഉണ്ട് അല്ലേ? ഉള്ള കാര്യം ആരറിഞ്ഞു? യാക്കോബ് പറഞ്ഞു. തന്റെ പുത്രന്മാരോട് നിങ്ങൾ ഇപ്പൊ തമ്മിലാണ് നോക്കി നിൽക്കുന്നത്. എന്ത്? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവാൻ എന്ന് പറഞ്ഞു. യോസഫിന്റെ സഹോദരന്മാർ 10 പേർ മിസ്രൈമിൽ ധാന്യം കൈക്കൊള്ളുവാൻ യാത്രയായി. ഒരാളെ നിർത്തി, ഇളയവനെ നിർത്തിയിട്ട് ബെന്യാമിനെ വിട്ടില്ല. അടുത്ത് നിർത്തിയിട്ട് 12 വര, യാക്കോബിന്റെ മക്കള് 12 വര. അവസാനത്തെ യോസഫ് കഴിഞ്ഞ ബെന്യാമിനുണ്ട്. അപ്പന്റെ അടുത്ത് യാക്കോബിന്റെ അടുത്ത് നിർത്തിയിട്ട് 10 പേരെടുത്ത് അപ്പൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ മിസ്രൈമിൽ പോണം, അവിടെ മാത്രമേ ആഹാരമുള്ളൂ. യോസഫിന്റെ സ്വപ്നത്തിന്റെ തുടക്കം. യോസഫിനെ കുഴിയിലിട്ടവർ, പൊട്ടക്കരട്ടിട്ട് മിസ്രൈമിൽ വിറ്റവർ ഇതാ യോസഫിന്റെ അടുക്കിലേക്ക് വരുവാൻ ഒരുങ്ങുകയാണ്. ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ദൈവത്തിന് അറിയാം, സ്വപ്നം കൊടുത്ത ദൈവത്തിന് അറിയാം, നിന്റെ കാൽക്കൽ കൊണ്ടിടാനും ദൈവത്തിന് അറിയാം. കാൽക്കൽ കൊണ്ട് അറിയാം. ക്ഷാമം വരണമെങ്കിൽ എന്റെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആമേ ഭൂമിയെ വരെ നിനക്ക് വേണ്ടി അനുകൂലമാക്കി മാറ്റും. ഭൂമി വരെ നിനക്ക് വേണ്ടി മാറ്റും, അനുകൂലമാക്കി മാറ്റുവാൻ. കാര്യം തന്നെ ക്ഷാമം എല്ലായിടത്തും വന്നാൽ മാത്രമേ കാനാദേശത്തിൽ സകലം ഭൂതലത്തിലെ കംപ്ലീറ്റ് എല്ലാ സ്ഥലങ്ങളിലും ക്ഷാമം വന്നു. പക്ഷെ എല്ലാവരും പറയുന്ന ഒരേ ഒരു വാക്ക്, ഇന്ന് ആഹാരം ഉള്ളത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അത് മിസ്രൈമിലാണ്. ഇന്ന് അനുഗ്രഹം ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. വരാൻ പോകുന്ന കാലങ്ങളിൽ ദൈവമക്കൾ പറയാൻ പോകുന്നു, അത് കർത്താവിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ പറയാൻ പോകുന്ന ഒറ്റ വാക്കാണ്, ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയി വിളിച്ചു, അവിടെ ഒന്നും ഞങ്ങൾക്ക് രക്ഷയില്ല, ഞങ്ങൾക്ക് ഇനി ഒരേ ഒരാളെ ഉള്ളൂ, അത് കർത്താവ് യേശുവിന്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ. ഇതാ പറയാൻ പോകുന്ന കാലം അടുത്തിരിക്കുന്നു. ഇത് പറയും. ബൈബിൾ പറയുന്നു, എല്ലാ സകല മുഴങ്കാലും എൻ്റെ മുമ്പിൽ മടങ്ങാതെ പോകത്തില്ല. ഇന്നെല്ലാം മടങ്ങും. കാര്യം ദൈവം വലിയവനായതുകൊണ്ട്. ഇന്ന് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ആഹാരമുള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുക. യാക്കോബ് പറഞ്ഞു, നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന് നന്മയുണ്ട്, സ്വർണമുണ്ട്, പൊന്നുണ്ട്, വെള്ളിയുണ്ട്, കുന്തിരിക്കമുണ്ട്, ബലപിടിപ്പുള്ള എല്ലാം ഉണ്ട്. പക്ഷെ അന്നം മാത്രമില്ല. ചില നന്മകൾ അനുഗ്രഹം ഉള്ളപ്പോ അന്നത്തിന് അന്നമായിട്ട് കഴിയും, എല്ലാം ഉണ്ട്. ആരും കൊടുത്താൽ, സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ആഹാരം തരത്തില്ല, വെള്ളി കൊടുത്താൽ കിട്ടത്തില്ല, ചെമ്പ് എടുത്താൽ കൊടുത്തില്ല. എല്ലാവരുടെ കയ്യിലും പണമുണ്ട്, പക്ഷെ ആഹാരമില്ല. പക്ഷെ എല്ലാവരും സാമ്പത്തികമായ ഭൗതികത്തിൽ എല്ലാവരും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്?
പൗദ്യമുണ്ട്. പക്ഷെ നീ ആത്മീയമായി പിടിക്കുമെങ്കിൽ മാത്രമേ അത് എടുക്കാൻ പറ്റൂ. ആത്മീയയിൽ നിന്റെ പൗദ്യത്തെ വിട്ട് ആത്മീയയിൽ നിന്ന് പിടിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നീ പൗദ്യത്തിൽ നിനക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കുഞ്ഞെ, എല്ലാവരുടെ കയ്യിലും അനുഗ്രഹം ഉണ്ടായിരിക്കാം, നന്മ ഉണ്ടായിരിക്കാം. ദൈവം എല്ലാ കയ്യിലും അനുഗ്രഹം കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ ആവശ്യമായി കോരി വാരി എല്ലാം തരും. പക്ഷേ അന്നം എന്നത് ദൈവത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റാണ്. എല്ലാം ദൈവത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. പക്ഷെ എൻ്റെ ദൈവത്തിന് അറിയാം എവിടെ പിടിക്കണമെന്നും എവിടെ തുടങ്ങണമെന്നും എവിടെ അവസാനിപ്പിക്കണമെന്നും എനിക്കൊന്നും അറിഞ്ഞൂടാ. എൻ്റെ കർത്താവിനറിയാം. എൻ്റെ കർത്താവിനറിയാം എവിടെ തുടങ്ങണമെന്നും എവിടെ അവസാനിപ്പിക്കണമെന്നും എൻ്റെ ദൈവത്തിന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് യോസഫിന് ഒരു സ്വപ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ യോസഫിന്റെ കാഴ്ചവെട്ടിൽ സഹോദരന്മാരെ കൊണ്ടുവരണമെങ്കിൽ എൻ്റെ ദൈവത്തിന് അറിയാം. യോസഫിന് വേണമെങ്കിൽ പൊട്ടക്കിണറ്റിൽ കുഴിച്ചുമൂടാം, അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കാം. സ്വപ്നത്തെ ഒരിക്കലും കുഴിച്ചുമൂടാൻ പറ്റത്തില്ല. നിന്റെ ദർശനത്തെ ഒരിക്കലും മൂടാൻ പറ്റത്തില്ല. നിന്റെ ദർശനത്തെ ഒരിക്കലും വിറ്റുകളയാൻ പറ്റത്തില്ല. മാനുഷ്യമായ രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. അവനെ വിറ്റുകളയാം, അല്ലേ? സ്വപ്നക്കാരൻ വരുന്നുണ്ട്, അവനെ വിറ്റുകളയാം, അല്ലെങ്കിൽ അവന്റെ സ്വപ്നത്തെ കുഴിച്ചു മൂടാം, അല്ലെങ്കിൽ അവന്റെ സ്വപ്നത്തെ കാരാഗ്രഹത്തിൽ അടച്ച് ബന്ധിക്കാം. പക്ഷെ ദർശനം ഒരിക്കലും നിനക്ക് അടച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ദർശനം ആര് തന്നു? ദൈവം തന്നതാണ്. നിനക്ക് ദർശനം ദൈവം തന്നതാ. സ്വപ്നം ആര് തന്നു? ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ അത് ദൈവം ചെയ്തിരിക്കും. കാര്യം അടിച്ചു ദൈവത്തിന് മഹത്വം കൊണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ എന്റെ ദൈവം ചെയ്തിരിക്കും. അതിന് ഒരു സംശയമില്ല. ഇതാ അനിയന്റെ അടുത്ത് ചേട്ടന്മാർ കുമ്പിടുമെന്ന് കേട്ടപ്പോ, അനിയന്റെ അടുത്ത് ചേട്ടൻ കുമ്പിടണമെന്ന് കേട്ട് ഇന്ന് ആരാണ് സഹിക്കുന്നത്? അനുജന്റെ അടുത്ത് ചേട്ടന്മാര് കുമ്പിടണം എന്ന് പറഞ്ഞാൽ അനിയന്മാർക്ക് ഇപ്പോഴേ ചേട്ടന്മാർക്ക് ക്ഷീണമാണ്. തൊഴണം എന്ന് പറഞ്ഞ കാര്യം ദൈവമക്കളെ മനുഷ്യന്റെ അടുത്തല്ല, അനുഗ്രഹം ഉള്ളിടത്ത് അങ്ങ് തൊഴുതുകൊള്ളണം. ചെറിയവനോ വലിയവനോന്നല്ല. നിങ്ങൾ അനിയന്മാർക്കായാലും ചേട്ടന്മാർക്കും ബഹുമാനം കൊടുത്തോളണം. അനിയനായാലും അനിയൻ തന്നെ വിളിക്കണം. എടേ വാടാ പോണെന്നല്ല. ചില വലിയ പദവിയിലായിരിക്കും ഇരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അനിയൻ മന്ത്രിസ്ഥാനത്താണ് ഇരിക്കുന്നത്. ചെന്ന് പറഞ്ഞ ഡേയ് ഇങ്ങോട്ട് പാടേ അല്ല സാർ, ബഹുമാനത്തോടെ തന്നെ പോകണം. 10 പേര് അംഗീകരിക്കുന്നിടത്ത് ബഹുമാനിയനായാലും ചേട്ടനായാലും ആ ഒരു അംഗീകാരം കൊടുത്തു തന്നെ പോകണം. പക്ഷേ ചേട്ടന്മാർ അനിയന്റെ മുമ്പിൽ താഴണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിന്നെ താഴ്ത്തി തരാം, നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം. മനസ്സിൽ വന്ന വിഷം മരുഭൂമിയിൽ കുഴിച്ചിടാൻ നോക്കി. എന്നിട്ട് അവിടെ നിന്നും പൊക്കിയെടുത്ത് മിസ്രൈമിൽ വിട്ടു. പക്ഷേ എൻ്റെ ദൈവമാണ് ദർശനം കൊടുത്തത്. ആമേ, ദർശനം കൊടുത്തത് സഹോദരന്മാരല്ല, എൻ്റെ ജ്യേഷ്ഠനല്ല എനിക്ക് ദർശനം തന്നത്, എൻ്റെ കൂടപ്പറപ്പോൾ ആരുമല്ല എനിക്ക് ദർശനം തന്നത്. എൻ്റെ ദർശനം തന്നിരിക്കുന്നത് എൻ്റെ ദൈവമാണ്. എൻ്റെ കർത്താവായ ദൈവത്തിന് മുമ്പിൽ ആ ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തെ പൂർത്തീകരിക്കുവാനും എൻ്റെ ദൈവത്തിന് പറ്റും. നിനക്ക് ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം പൂർത്തീകരിക്കും. നിനക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം ദർശനത്തെ കുറിച്ച് ആര് മൂടാൻ നോക്കിയാലും എൻ്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ ദർശനത്തെ ദൈവം പൂർത്തീകരിക്കുന്ന സമയം വരും. അതുവരെ വെയിറ്റ് ചെയ്യ. ആ ദർശനം വരുന്നവരെയോ ആ പൂർത്തീകരിക്കുന്നവരെയോ ഒന്ന് വെയിറ്റ് ചെയ്യാമോ, ഒന്ന് ക്ഷമിക്കാമോ, ഒന്ന് താഴ്ന്നിരിക്കാമോ? അതിനിടയ്ക്ക് ഇത്ര ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വരാം. ദർശനമുള്ളവന് കഷ്ടപ്പാട് വരും. ദർശനമുള്ളവന് ഒരുപാട് വേദന സഹിക്കേണ്ടി വരും. ഈ മുറിഞ്ഞ പാലത്ത് 3.5 വർഷത്തോളം സ്റ്റേഷനിൽ ഇറങ്ങി കയറിയും എന്നെ ദ്രോഹിച്ചപ്പോൾ വേദന സഹിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് വിട്ടുപോയാ മതി. എനിക്ക് ഇവിടുന്ന് ഈ ദേശം വിട്ടുപോയാ മതി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, മറ്റാർക്കുമില്ലാത്തൊരു കഷ്ടത കർത്താവ് നീ എനിക്ക് എന്തിനു വെച്ചിരിക്കുന്നു? ഇവിടെ വന്ന ആർക്കും ഒരു കുഴപ്പവുമില്ല. അവരെല്ലാവരും തിന്നുന്നു, കുടിക്കുന്നു, സന്തോഷിക്കുന്നു. എനിക്ക് മാത്രം കരച്ചിലും നിലവിളിയും. നേരെ വരുന്നു, നേരെ സ്റ്റേഷനിൽ പോകുന്നു. 24 മണിക്കൂറും പോലീസ് സ്റ്റേഷൻ. ഞാൻ ഒരു കൊലപാതകം ചെയ്തു? ഞാൻ ആരെങ്കിലും പിടിച്ചുപറിച്ചോ? ഞാൻ ആരെങ്കിലും മോട്ടിച്ചോ? ഒന്നും ചെയ്തില്ല. നേരെ വിളിക്കും, സതീഷ്, ഓ ശരി സാർ, ഇവിടെ ഓടിവാ. അവിടെ നിന്ന് വിളിക്കും കമ്മീഷൻ ഓഫീസിൽ, ഓടിവാ. അവിടെ നിന്ന് വിളിക്കും വനിതാ സെല്ലിൽ, ഓടിവാ. ഈ തിരുവനന്തപുരം എല്ലാ സ്റ്റേഷനിലും മാക്സിമം കയറ്റി. അവസാനം ഓടി സമയത്തിന് ആഹാരമില്ല, സമയത്തിന് വെള്ളമില്ല. കുളിയുണ്ടോ എന്നിട്ട് അതുണ്ട്, കുളി കൃത്യമായിട്ടുണ്ട്. രാവിലെ കുളിച്ചുകൊണ്ട് നമ്മൾ സ്റ്റേഷൻ വിളിക്കണത്. ഒരു പേപ്പർ ഒന്നുമില്ല, പെട്ടെന്ന് വാ. 30 ദിവസം ഉണ്ടെങ്കിലും
30 ദിവസം പോലീസ് സ്റ്റേഷനില്ല, കമ്മീഷണർ ഓഫീസിലും ഓരോ സ്ഥാപനം. അവസാനം പറഞ്ഞു ഇവൻ മോട്ടിച്ചുകൊണ്ട് പോയി, അവരെ ഒരു സാധനം എതിരെ മോട്ടിച്ചുകൊണ്ട് കള്ളൻ എന്നുള്ള പേര് കുത്തി, എന്നിട്ട് കേസ് ജയിക്കണില്ല. അവസാനം പറഞ്ഞു അവരെന്തോ അവസാന കേസ് ഒന്നും തെളിവില്ല. അവസാനം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എനിക്കിവിടെ ജീവിക്കണ്ട, ഈ മുറിഞ്ഞ ഭാഗത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അവസാനം പറഞ്ഞു ഇനിയൊരു വിഷയം വന്നാൽ നിങ്ങളെല്ലാം കൂടെ ഞങ്ങൾ മുടക്കി താക്കോൽ തരാൻ പോണെന്ന് പറഞ്ഞു. ആ അവസ്ഥ വരെ എത്തി ദൈവമക്കളെ. പൂട്ടി താക്കോൽ നിങ്ങളുടെ കയ്യിൽ തരുമെന്ന് അധികാരികൾ പറയുന്ന സെക്കൻഡ് വരെ വന്നു. 3.5 വർഷത്തോളം അനുഭവത്തിലേക്ക് എത്തിയപ്പോ ഞാൻ ദൈവത്തോട് ഏങ്ങി ഏങ്ങി രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിക്കുക. മക്കൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ ഞെട്ടി ഉണരുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നിലവിളിച്ച് ഭാര്യമത്തോട് നിലവിളിച്ചു. ഉപവാസവും പ്രാർത്ഥനയും നിലവിളി. ഞാൻ ദൈവശബ്ദം കേട്ടു. അവിടെ നിന്ന് കരഞ്ഞ സമയത്ത് ചോദിച്ചു, കർത്താവേ മറ്റാർക്കുമില്ലാത്ത കഷ്ടത നീ എനിക്ക് എന്തിനു തന്നെന്ന് ചോദിച്ചപ്പോ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, മോനെ മറ്റാർക്കുമില്ലാത്തൊരു അനുഗ്രഹം നിനക്ക് ഈ ദേശത്തുണ്ട്. ആർക്കുമില്ലാത്ത കഷ്ടത എനിക്ക് ദൈവം മനുഷ്യൻ തന്നപ്പോ, ഞാൻ അനുഭവിച്ചപ്പോ മരണത്തെ മുഖാമുഖം കണ്ടു. നിങ്ങൾ ചോദിക്കും എങ്ങനെ കണ്ടെന്ന്. കേസ് കൊണ്ട് വിജയിക്കാത്തോണ്ട് കൊല്ലാൻ വേണ്ടി ഗുണ്ടകളവരെ ഇറക്കിയ അനുഭവങ്ങൾ, ആമേ വാളും പരിചയമായി ഇറങ്ങുന്ന കണ്ട അനുഭവങ്ങൾ. എൻ്റെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞു സാരിത വന്നിട്ടുണ്ട്. അന്ന് മുഴങ്കാൽ മടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഈ അനുഭവത്തോടെ വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ പറ്റുമോ? പരസ്യമായിട്ട് പറഞ്ഞു നിന്നെ കൊല്ലുമെന്ന്, പരസ്യമായിട്ടിനോട് പറഞ്ഞു നിന്നെ കൊല്ലുമെന്ന്. പക്ഷേ അവിടെ ഒന്നും ആമേ തളർന്നു പോകാതെ ഇതൊക്കെ വന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ഇത് പറയുമ്പോൾ ആരായാലും ഒന്ന് ഡൗൺ ആവും. നമ്മളൊക്കെ ജഡീകമല്ലേ, മനുഷ്യനല്ലേ, അമ്മേ അല്പ മനുഷ്യനല്ലേ. ഒന്ന് മുഖത്ത് നോക്കിയാൽ അന്ന് പറഞ്ഞു എൻ്റെ മനസ്സിൽ കൊണ്ടു എൻ്റെ ഭാര്യ വിധവയാവുമല്ലോ, മക്കൾക്ക് അപ്പനില്ലാതെ ആവുമല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു. കടന്നുപോയി ആ വേദനയുടെയും പ്രയാസത്തിന്റെ നടുവില് ആമേ 1-2 ആ സമയത്തും ആ വേദനയുടെ അന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ വേദന അനുഭവിക്കാൻ പറ്റൂ. ഇത് കേൾക്കുമ്പോൾ ചിലവർക്ക് പറയും ഇതൊക്കെ ഞങ്ങൾ അതല്ല മറ്റുള്ള നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കയറി നോക്കണം. എത്രമാത്രം അവർ നമ്മൾ വെളിയിറങ്ങി നിൽക്കും, എത്രമാത്രം ഒറ്റക്കാൽ നിൽക്കുന്ന അനുഭവങ്ങൾ, നമ്മളൊരു എന്തോ ചെയ്ത് മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ, ശത്രുക്കൾ പക്ഷം കൂട്ടുപിടിച്ച് നമ്മളെ തകർക്കുന്ന അനുഭവങ്ങൾ, വേദനയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ഉറക്കമില്ലാത്ത രാത്രികൾ, സമാധാനം നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ, തിന്നതായി തിന്നാത്ത പാതിയായി ഒരു പിടി ചോറ് വായ്ക്കകത്ത് വയ്ക്കുമ്പോൾ അടുത്ത കോൾ വിളിക്കുക, പെട്ടെന്ന് സ്റ്റേഷനിൽ ഒന്ന് വരണം. തൊണ്ടയ്ക്കകത്ത് വെച്ച് ബന്ധിച്ച അനുഭവങ്ങൾ അത് തീയാണ്. പിന്നെ തൊണ്ടയ്ക്കകത്തെന്നും ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ തുപ്പാനും പറ്റില്ല. ഞാൻ അനുഭവിച്ചതാ ദൈവമക്കളെ, എനിക്ക് തുപ്പാനും പറ്റത്തില്ല, ഇറക്കാൻ പറ്റില്ല. ആ സ്റ്റെപ്പിൽ ഞങ്ങൾ ആഹാരം മാറ്റിവെച്ച് ഇരിക്കുന്ന സ്ഥലത്ത് മുഴങ്കാൽ മടക്കി അന്ന് ദൈവത്തെ അത്ര ഒരു ഇതില്ല, കയറി വരുന്ന സമയമാണ്. അപ്പോൾ പറയും ബൈബിൾ എടുത്ത് വായിരി 91 സങ്കീർത്തനം എടുത്ത് ദൈവം ആരോ എന്നോട് പറയുന്നു 91 സങ്കീർത്തനം എടുത്ത് വായിരി. പ്രതിസന്ധിയും പ്രതികൂലം അനുഭവിക്കണേ പറയും 91 സങ്കീർത്തനം എന്നോട് ആരോ എന്ന് പറയുന്നത് പോലെ 91 സങ്കീർത്തനം വായിരി. ഉറച്ചു വായിക്കും, 2-3 തീരെ വായിക്കുമ്പോ ഞങ്ങളെ ബലപ്പെടുത്തും. ഇവിടെ നിന്നില്ലാത്ത ശക്തിയും ഇവിടെ നിന്നില്ലാത്ത ബലവും കൂടെ എൻ്റെ ദൈവം ഉള്ളതൊരു ഉറപ്പ്. കൂടെ മറ്റാരും കാണില്ല. ഞാനൊരു വേദന അനുഭവിച്ചാൽ ഞാൻ തന്നെ സ്വയം അനുഭവിക്കും. ഇപ്പൊ ഇടയ്ക്കൊരു പ്രശ്നം എൻ്റെ കൂട്ടുകാരെ അറിയിക്കത്തില്ല. ഞാൻ മാക്സിമം സ്വയം തന്നെ അത് ഞാൻ തന്നെ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് വെച്ച് കൊടുക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒരു വ്യക്തിയെയും എനിക്ക് ദൈവമല്ലാതെ മറ്റൊരു വ്യക്തി ആശ്രയിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആളുണ്ട്, ഇന്നും ഉന്നതങ്ങളിൽ ആളുണ്ട്. എനിക്ക് അവരൊന്നും ആളാണ്, പക്ഷെ എൻ്റെ ദൈവമാവത്തില്ല. എൻ്റെ ദൈവത്തിന് ദൈവമായി എൻ്റെ കർത്താവ് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. അവരിലൊന്നും ഞാൻ അങ്ങോട്ട് പോകാതെ അങ്ങോട്ടൊന്നും ഒരു റെക്കമെൻഡേഷൻ കഴിഞ്ഞ ദിവസങ്ങള് നിഷ്ക്രമായി പോലീസൊക്കെ നിഷ്ക്രമായി പറയുമ്പോ അനക്കാട്ടിൽ ഡിപ്പാർട്ട്മെന്റ് ഉന്നതമായ പിടിപാടുള്ളപ്പോ എനിക്ക് ആ പവർ വേണ്ട. അകത്ത് വ്യാപരിക്കുന്ന സ്തോത്രവും അന്യഭാഷയും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വേദനയുടെ നടുവിലും ഞാൻ സ്തോത്രവും അന്യഭാഷയും അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പായിട്ട് ഞാൻ യേശുവാസിൽ നടക്കുകയായിരുന്നു. എൻ്റെ കൂടെ 4 ചുറ്റും നടന്ന സമയത്തും തകർന്നു പോകാതെ എൻ്റെ ദൈവക്കാരൻ പിടിച്ചു. ഈ ലോകത്തുനിന്നും
തുടച്ചു മാറ്റാമെന്ന് പലരും നോക്കും. യോസേഫിനെ തുടച്ചു മാറ്റാൻ നോക്കി. പക്ഷേ കാഴ്ചപ്പാടുള്ളവൻ, നിന്റെ ജീവിതത്തെക്കുറിച്ച് മുന്നോട്ടുള്ള ദർശനമുള്ളവൻ ഒരുപാട് വേദന സഹിക്കേണ്ടി വരും. ദൈവമക്കളെ, എന്നിൽ നിങ്ങൾ ഒരാളാണെങ്കിൽ, ഈ വചനം കേൾക്കുന്ന ചാനലിലൂടെ കേൾക്കുന്ന യൂട്യൂബിൽ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഒരുപാട് കഷ്ടത സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹം കൂടാൻ പോകുകയാണ്. നിങ്ങൾ തോറ്റു പോകത്തില്ല, നിങ്ങൾ തോറ്റു പോകത്തില്ല. അമ്മമാരെ, സഹോദരിമാരെ, ഒരുപാട് വേദന സഹിക്കുന്നുണ്ടെങ്കിൽ പറ, നിന്റെ ജീവിതത്തിൽ തോറ്റു പോകത്തില്ല. ഇത് നിന്റെ ജീവിതത്തിൽ പരീക്ഷണ ഘട്ടമാണ്. നീ പരീക്ഷ എഴുതാൻ ജയിക്കാൻ വേണ്ടിയാ. നീ തോറ്റു പോകത്തില്ല, ജയിക്കും. നിന്റെ കുടുംബം അനാഥയാകത്തില്ല. ഞാൻ ചിന്തിച്ചു, എൻ്റെ ഭാര്യ അനാഥയാവും, മക്കൾ അനാഥ. അന്ന് 3 കുഞ്ഞുങ്ങളില്ല, അന്ന് ഒരാളെ ഉള്ളൂ തോന്നുന്നു. ഇന്ന് ദൈവം 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. അമ്മ അനാഥനാവും വിടത്തില്ല. പക്ഷെ നമ്മൾ കടന്നു പോകുന്ന തീക്കകത്തൂടെ ആയിരിക്കും. എന്നുവെച്ചാൽ ദർശനം വലുതാണോ, സ്വപ്നം വലുതാണോ, നിന്റെ സ്വപ്നം വലുതാണോ, നീ തീക്കകത്തൂടെ കയറുവാൻ പോവേണ്ട അനുഭവം വരും. ഒറ്റപ്പെടൽ വരും. ആദ്യത്തെ ഒറ്റപ്പെടൽ കുടുംബത്തിനകത്തുനിന്ന് വരും, പുറത്തുനിന്ന് വരും, ദേശത്തുനിന്ന് വരും. 4 ചുറ്റും നമുക്ക് പ്രതികൂലമായാലും അനുകൂലമായ ഒരു സ്വർഗത്തെ മുറുകെ പിടിക്കുമെങ്കിൽ, കർത്താവിനെ നീ മുറുകെ പിടിക്കുമെങ്കിൽ, നിന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞ ദൈവം നിന്റെ കൂടെ തന്നെ ഇരിക്കും. പക്ഷെ ഇതൊക്കെ സഹിക്കും ഒരു കൃപ ദൈവം തരണം. നമ്മൾ ദൈവം അല്ലല്ലോ, ദൈവത്തിന്റെ മക്കളല്ലേ. ചില വേദനയൊക്കെ വന്ന് വീഴുമ്പോൾ, കയ്യിലും ദേഹത്തൊക്കെ വീഴുമ്പോൾ നമ്മളൊക്കെ ദൈവത്തിന് തുല്യം ദൈവം മാത്രമല്ലേ, ദൈവ മക്കളല്ലേ. അതിന്റെ കുറച്ചൊക്കെ സഹിക്കേണ്ടി വരുന്നേ. കർത്താവ് എന്തുമാത്രം നമുക്ക് വേണ്ടി സഹിച്ചെന്നേ. കാൽവരിയിൽ അടിച്ച് തകർത്ത് മനുഷ്യനെന്ന രീതിയിൽ, അറിയാത്ത രീതിയിൽ ക്രൂശിൽ കിടക്കുന്ന യേശുവിനൊന്ന് നോക്കിയാട്ടെ. വിരൂപമായി മുഖം പോലും തിരിച്ചറിയാൻ കഴിയാതെ അടിച്ച് തകർക്കപ്പെട്ട യേശുവിനെ നോക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒന്നുമല്ല സഹോദര. എൻ്റെ യേശുവിനെ അടിച്ചടി ഒരടി എനിക്കോ നിനക്കോ കിട്ടിയിരുന്നെങ്കിൽ ജീവിച്ചിരിക്കുന്നത് അപ്പോഴും തീരുമായിരുന്നു. ഇന്ന് അകത്തും പുറത്തും ശത്രു നമുക്കിട്ട് വെട്ടുമ്പോ, നീ വെട്ടുന്ന ഓരോ വെട്ടുകളും എനിക്ക് വന്ന് വീണ പൂമാലയായിട്ടാ വന്ന് വീഴാൻ പോകുന്നത്. നീ എനിക്കിട്ട് വെട്ടിയ വെട്ടുകൾ, പിശാചിട്ട് വെട്ടിയ വെട്ടുകൾ എന്റെ ശരീരത്തിൽ വന്ന് വീഴുന്നത് പൂമാലയായിട്ടാ. അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് നാളുകൾ എന്നെ വെട്ടിയ വെട്ടുകൾ, എനിക്കിട്ട് വെട്ടിയ ഓരോ വെട്ടുകളും ഇന്നെന്റെ കഴുത്തിൽ വന്നിരുന്ന പൂമാലയായിട്ടാ, പല അംഗീകാരമായിട്ടാ ഇന്ന് പലയിടത്തും അംഗീകരിക്കുന്ന രീതിയിൽ, ഇന്ന് പല ദേശത്തും രാജ്യത്തും ലോകത്തും അംഗീകരിക്കുന്ന പൂമാലയായിട്ട് വീഴുന്നുണ്ട്. പൂമാലയായിട്ടാണ് വീഴുന്നത്. ഹല്ലേലൂയ. ഒരു സമയത്ത് പേരില്ല, പ്രശസ്തിയില്ല, ഒന്നുമില്ല. ശത്രു എത്രത്തോളം ഇട്ട് ചവിട്ടാൻ നോക്കിയോ അത്രത്തോളം ചവിട്ടി നിലം പരിശോരാകും. കാരാഗ്രഹത്തിന്റെ വാതിൽ വരെ യോസഫ് പോയില്ലേ, അവിടെ വന്ന് ജീവിതം തീർന്നെന്ന് പറഞ്ഞില്ലേ. നിങ്ങളും ജീവിതത്തിൽ തകർന്ന് അടഞ്ഞു പോകുമ്പോൾ വിചാരിക്കും ഇതോടെ തീർന്നു. ദൈവം പറയാൻ പോകുന്നു, ഞാൻ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ തീർന്നെന്ന് വിധി എഴുതി തുടങ്ങുമ്പോ സ്വർഗം പറയും, ഞാൻ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ എവിടെ അവസാനിപ്പിക്കുമെന്ന് കരുതുന്നോ, നിങ്ങളുടെ ജീവിതം എവിടെ അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതുന്ന സമയത്ത് എന്റെ ദൈവം പറയും, ഞാൻ ഈ നിമിഷം നിന്നെ ഇതാ കരം പിടിക്കുന്നുണ്ട് ഉയർത്തുവാൻ. കേൾക്കുന്നവർ കരം അടിച്ചു ദൈവത്തിന് മഹത്വം കൊണ്ട്, ശക്തിയോടെ മഹത്വം കൊണ്ട്. തകർന്നു പോയവനെ, ഉടഞ്ഞു പോയവനെ യേശു കരം പിടിക്കുന്നുണ്ട്. ഇതാ എല്ലാവരും ഒരുമിച്ച് ഒരാളെ മാത്രം മാറ്റി നിർത്തി, ബെന്യാമിനെ മാറ്റി നിർത്തിയിട്ട്, അപ്പൻ്റെ അടുത്ത് നിർത്തിയിട്ട് 10 പേരും കൂടെ ദർശനക്കാരൻ്റെ സ്വപ്നക്കാരൻ്റെ അടുത്ത് ആഹാരം കൈക്കൊള്ളാൻ പോവുകയാണ്. ഇതറിഞ്ഞോ? അവരറിഞ്ഞില്ല. ഉടനെ റെഡിയാവണ സമയത്ത് സ്വർഗം പോകുന്ന പറയണ്, ഞാൻ നിന്നെ കൊണ്ടുപോകും. നിങ്ങളിൽ എൻ്റെ മോനെ, നിന്റെ കൂടപ്പറപ്പെന്നുള്ള മനസാക്ഷി പോലും ഇല്ലായിരുന്നല്ലോ. ദ്രോഹിച്ചത് ഇല്ല, അത് വേറൊരു പദ്ധതിയായിരുന്നു. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. നിന്റെ അടുക്കൽ ഞാൻ കൊണ്ടുവരും, നിന്റെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവരും. 10 പേരും റെഡിയായി. എവിടെ? മിസ്രൈമിലേക്ക് ധാന്യമുണ്ടെന്ന് അപ്പൻ പറഞ്ഞു വിടുകയാണ്. ഞങ്ങൾ മരിച്ചു പോകാതിരിക്കുവാൻ നീ ഞങ്ങൾക്ക് വേണ്ടി മിസ്രൈമില് ആരാണെന്ന് അറിഞ്ഞുകൂടാ, മിസ്രൈമിൽ ഭരിക്കുന്ന ആരാണെന്ന് അറിഞ്ഞുകൂടാ, യാക്കോബിന് അറിഞ്ഞുകൂടാ, യാക്കോബിന് മക്കൾക്ക് 10 പേർക്ക് അറിഞ്ഞുകൂടാ, ആർക്ക് സമൂഹത്തിന് ആർക്കും അറിഞ്ഞുകൂടാ, ഫറവോന് പോലും അറിഞ്ഞുകൂടാ ഇത് ആരാണെന്ന്. ഫറവോൻ വിലയ്ക്ക് വാങ്ങിയ അടിമയാണ് അല്ലേ? ഫറവോന്റെ മനസ്സിൽ വിലയ്ക്ക് വാങ്ങിയ അടിമയാ ഇന്ന് ഭരിക്കുന്നത്. പക്ഷെ ദൈവത്തിനറിയാം ഇതാരാണെന്ന്.
ഇത് ദൈവത്തിന് മാത്രമേ അറിയാം, യോസഫിനും അറിയാം. യോസഫിനും അറിയാം, ദൈവത്തിനും അറിയാം. ചില കാര്യങ്ങൾ അങ്ങനെയാ. നിന്റെ വിഷയം നിനക്കും അറിയാം, ദൈവത്തിനും അറിയാം. ചില വിഷയങ്ങൾ നിനക്കും ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റൂ. ഈ ലോകം പറയും ഞങ്ങൾക്കറിയത്തില്ല, നിന്റെ സമൂഹം പറയും ഞങ്ങൾക്കറിയത്തില്ല, ലോകം കൈവിടും, അറിയത്തില്ല. പക്ഷേ എൻ്റെ അപ്പൻ നിന്നെ കൈവിടത്തില്ല. പ്രിയ സഹോദരന്മാരെ, നിന്റെ കരത്തെ പിടിക്കാൻ പോവുകയാണ്. നിന്റെ കരങ്ങളിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ കാൽച്ചുവട്ടിലേക്ക്, യോസഫേ, നിന്റെ കാൽച്ചുവട്ടിലേക്ക് ഇതാ നിന്റെ സ്വപ്നത്തെ അവഗണിച്ചവർ, തള്ളിക്കളഞ്ഞവർ, നിന്നെ കുഴിയിലിട്ടവർ, ആമെ വിറ്റവർ, നിന്റെ അടുക്കലേക്ക് ഒരു യാത്ര പുറപ്പെടുന്നുണ്ട്. ഹല്ലേലൂയാ, ഒരു യാത്ര പുറപ്പെടുന്നുണ്ട്. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം. ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടു. ആത്മമണ്ഡലങ്ങൾ തുറന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ഇന്ന് ഈ തിരുവനന്തപുരം സഭയിൽ മാത്രമല്ല, തിരുവനന്തപുരം സിറ്റിക്കകത്ത് മാത്രമല്ല, ലോക രാഷ്ട്രങ്ങളിൽ കേൾക്കുന്നവർക്ക് ഇത് വലിയൊരു അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം പരാജയപ്പെട്ടു, കടഭാരങ്ങൾ തകർന്നുപോയി, ജീവിതം ഒറ്റപ്പെട്ടു, ഏകാന്തയുടെ നടുവിലും ആയിരിക്കുന്നവർ, അടുത്ത് ജീവിതം എന്ത് ചെയ്യണമെന്ന് അറിയാതെ, അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ പകച്ചു നിൽക്കുന്നവർക്ക് ഇതൊരു വലിയൊരു അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നതായി തീരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയനെ താഴ്ത്തുന്നു, കൃപയിൽ പൊതിയണം. എല്ലാ മാനവും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തു നാമത്തിൽ. ആമേൻ.